നമസ്കാരം. സ്പെഷ്യൽ എഡിഷനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ ആദ്യം. ശ്രീജിത്തിന്റെ കസ്റ്റഡി മരണത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. ശ്രീജിത്തിനെ പോലീസ് മർദ്ദിച്ചിരുന്നുവെന്ന സഹോദരന്റെ മൊഴി. പാലക്കാട് പോലീസ് നടപടിയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത സുരേഷിന്റെ ബന്ധുക്കൾക്ക് കോങ്ങാട് MLA KV വിജയദാസിന്റെ ഭീഷണി. ഹാരിസൺ കേസിൽ സർക്കാരിന് തിരിച്ചടി. ഭൂമി ഏറ്റെടുക്കൽ നടപടി ഹൈക്കോടതി റദ്ദാക്കി. സർക്കാർ അഭിഭാഷകരുടെ വീഴ്ചയെന്ന് മുൻ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ സുശീല ഭട്ട്. ഒത്തുകളിയെന്ന് രമേശ് ചെന്നിത്തല. വിധി പരിശോധിച്ച ശേഷം നടപടിയെന്ന് മന്ത്രി E ചന്ദ്രശേഖരൻ. വരാപ്പുഴയിലെ ശ്രീജിത്തിന്റെ കസ്റ്റഡി മരണത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. പ്രത്യേക അന്വേഷണ സംഘം വരാപ്പുഴ പോലീസ് സ്റ്റേഷനിലും മരിച്ച ശ്രീജിത്തിന്റെ വീട്ടിലെത്തിയും തെളിവെടുത്തു. ആളുമാറിയാണോ ശ്രീജിത്തിനെ കസ്റ്റഡിയിലെടുത്തതെന്ന് അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയതായി പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. എന്നാൽ ആളുമാറിയല്ല ശ്രീജിത്തിനെ കസ്റ്റഡിയിലെടുത്തതെന്ന് ആലുവ റൂറൽ SP AV ജോർജ് വിശദീകരിച്ചു. അന്വേഷണത്തിൽ ഞങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് വാസുദേവൻ മരണപ്പെട്ട കേസുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീജിത്തും അവൻ്റെ സഹോദരന്മാർ ഉൾപ്പെടെ കുറേ ആളുകൾ ആ വീട്ടിൽ കയറി കേസെടുത്തു. ആ കേസിലെ പ്രതികളാരാന്ന് പ്രതികളുടെ പേരുള്ളതില്ല. അതെ, പ്രതികളെ പോലീസിന് നേരിട്ട് അറിയില്ലല്ലോ. അപ്പം പ്രതികളെ പിടിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അതിൽ ദൃക്സാക്ഷി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിൽപ്പെട്ട ദൃക്സാക്ഷി കൊണ്ട് കാണിച്ചു കൊടുത്ത പ്രകാരമാണ് പ്രതിയെല്ലാം അറസ്റ്റ് ചെയ്ത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രതികൾ മാറേണ്ട ആവശ്യമില്ല. അവർ ചൂണ്ടിക്കാണിച്ച് കേസിലെ ദൃക്സാക്ഷി അവർ ബന്ധുക്കളും ചൂണ്ടിക്കാണിച്ച പ്രതിയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. പോലീസ് കസ്റ്റഡിയിൽ തങ്ങൾക്ക് ക്രൂരമായ മർദ്ദനമേറ്റുവെന്ന് മരിച്ച ശ്രീജിത്തിന്റെ സഹോദരൻ സജിത്ത് പറഞ്ഞു. ശ്രീജിത്തിനെ ആശുപത്രിയിലാക്കാൻ നിലവിളിച്ചു പറഞ്ഞിട്ടും പോലീസ് തയ്യാറായില്ലെന്നും സജിത്ത് പറഞ്ഞു. വീട്ടിൽ വന്ന 3 പോലീസുകാരാണെന്നല്ലോ മർദ്ദിച്ച്. ഇവിടെ നിന്ന് റോഡ് വരെ എന്തോരം ഉണ്ടെന്ന് നോക്കി, എന്തോരം റോഡ് വരെ നല്ലോണം ഇടിയടിച്ച്. സ്റ്റേഷനിൽ വെച്ച് അവൻ പാടില്ലെന്ന് പറഞ്ഞ് കിടക്കുമ്പോൾ ചവിട്ടാൻ എഴുന്നേപ്പിക്കുണ്ടായത്. സ്റ്റേഷനിൽ SI മാത്രം മർദ്ദിച്ചത്. ഇവിടെ ആ 3 വന്ന പോലീസുകാരാണ് മർദ്ദിച്ചത്. അവൻ ആ വയറുവേദന എടുക്കണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പം എൻ്റെ വയറുവേദന മാറ്റി തരാമെന്ന് പറഞ്ഞിട്ട് ആ ചവിട്ടുണ്ടായത്. പാലക്കാട് ആത്മഹത്യ ചെയ്ത ദലിത് യുവാവ് സന്തോഷിന്റെ മൃതദേഹവുമായി നാട്ടുകാർ പൊള്ളാച്ചി പാലക്കാട് പാത ഉപരോധിച്ചു. പോലീസിനെതിരെ നടപടി ആവശ്യപ്പെട്ട് സന്തോഷിന്റെ സഹോദരനും BSP ജില്ലാ നേതാവുമായ രവി പള്ളത്തേരിയുടെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം. ഇവിടേക്കെത്തിയ കോങ്ങാട് MLA KV വിജയദാസ് രവി പള്ളത്തേരിക്ക് നേരെ ഭീഷണി മുഴക്കി. നാട്ടിലെ പോലീസിന് നാഥനില്ലാതായോ എന്നതാണ് സ്പെഷ്യൽ എഡിഷൻ പരിശോധിക്കുന്ന വിഷയം. നമ്മോടൊപ്പം നിതിൻ കണിച്ചേരി, CPIM നേതാവ് പാലക്കാട് നിന്ന്, ശ്രീ ഡീൻ കുര്യാക്കോസ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ശ്രീ സുഭാഷ് ബാബു, റിട്ടയർഡ് SP CNP ചേക്കുട്ടി, മുതിർന്ന മാധ്യമപ്രവർത്തകർ എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. കസ്റ്റഡി മരണങ്ങളും പോലീസ് അതിക്രമങ്ങളും ആവർത്തിക്കുന്നതിന് പിന്നിൽ നാഥനില്ല പോലീസാണോ എന്നതാണ് നമ്മൾ പരിശോധിക്കുന്ന വിഷയം. ആദ്യം റിട്ടയർഡ് SP ശ്രീ സുഭാഷ് ബാബു നമ്മോടൊപ്പം. ശ്രീ സുഭാഷ് ബാബു, എല്ലാ കാലത്തും പോലീസിന്റെ ഭാഗമായി ഉണ്ടായി വരുന്ന ചില ആക്ഷേപങ്ങളും ചില പ്രശ്നങ്ങളുമാണിത്. ശരിയായ ഇടപെടലിലൂടെ പരിഹരിക്കപ്പെടേണ്ടതാണ് എന്ന് പൊതുവൽക്കരിച്ച് പറയാൻ കഴിയുന്ന തരത്തിൽ ലഘുവായ വിഷയമാണോ ഇപ്പോൾ പോലീസിനുള്ളത്? അതോ അങ്ങേയറ്റം കുത്തഴിഞ്ഞ നിലയിൽ ഇടപെടാൻ ആർക്കും കഴിയാത്ത വിധത്തിൽ നാഥനില്ലാ കളരിയായി പോലീസ് സേന മാറി എന്നതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമായി വേണമോ കൊച്ചിയിലെ ക്രൂരമായ ഈ കൊലപാതകത്തെ എടുക്കേണ്ടത്? അല്ല, പോലീസിൽ സംഭവിച്ചിരിക്കുന്ന അപജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊരു കൂട്ടുത്തരവാദിത്വത്തോടുകൂടി പരസ്പര ധാരണയോടുകൂടി അച്ചടക്കത്തോടുകൂടി നടന്നിരുന്ന ഒരു സേനയിൽ ഇതിനൊക്കെ ഭംഗം വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുക, അദ്ദേഹത്തിന് വേണ്ടി ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ് മേലുദ്യോഗസ്ഥന് പ്രധാനപ്പെട്ട കടമ. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നറിയോ? താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ചെയ്തികളുടെ ഉത്തരവാദിത്വം നല്ലതാണെങ്കിൽ അതൊക്കെ മേലുദ്യോഗസ്ഥന്മാരെ ഏറ്റെടുക്കും, മോശമായി കഴിഞ്ഞാൽ അത് താഴെയുള്ള ആളുകളുടെ തലയിലേക്ക് വെച്ച് ഒഴിയും. അപ്പോൾ അതുകൊണ്ട് അതല്ല പോലീസിൽ വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഇതേമാതിരിയുള്ള പ്രശ്നഘട്ടത്തിൽ എന്തായാലും ശരി, പ്രത്യേകിച്ച് കസ്റ്റഡിയിൽ ആളുകളെ എടുക്കുന്ന അവസരത്തിൽ ആ കസ്റ്റഡിയിൽ എടുക്കുന്ന ആളുകൾ പോലീസ് സ്റ്റേഷനിൽ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ SI അറിഞ്ഞിരിക്കണം. അതുപോലെ CIയും DYSPയും അത് അവിടുത്തെ ജില്ലാ പോലീസ് മേധാവി നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കുകയും അതിന് നടന്നുകൊണ്ടിരിക്കുന്ന പ്രോഗ്രസ്, അതിൽ എന്താണ് ചോദ്യം ചെയ്യലോ അല്ലെ വേറെ ഏതെങ്കിലും രീതിയിൽ അറസ്റ്റോ പ്രൊഡക്ഷനോ ഒക്കെ ആണെങ്കിലും ശരി, അതിൻ്റെ ഓരോ ഘട്ടത്തിലുമുള്ള കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട സംവിധാനം ഇപ്പോൾ
അവതാളത്തിലായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരവാദിത്വത്തോട് ഇന്നത് അവിടെ സംഭവിച്ചു എന്ന് പറയാൻ അവർക്ക് കഴിയുന്നില്ല. അന്വേഷിച്ച് പറയാം എന്നാണ് പറയുന്നത്. പക്ഷേ കസ്റ്റഡി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏതായാലും DYSP വരെയുള്ള ആളുകൾ നിർബന്ധമായിട്ട് ഇതറിയാൻ വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം ഇത്രയും ആധുനികപരമായ വാർത്താവിനിമയ സൗകര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ പോലീസ് മേലുദ്യോഗസ്ഥന്മാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയുന്നുണ്ട്. അത് ഫലപ്രദമായി ഇടപെടുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു പ്രത്യാഘാതമായിട്ടാണ് ഞാൻ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുമ്പൊക്കെ അപൂർവമായിട്ടേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇപ്പോൾ കൂടുതൽ എന്താ പറയുക, കുറച്ചുകൂടെ എണ്ണങ്ങൾ കൂടി ഇതേമാതിരിയുള്ള സംഭവങ്ങൾ അതാണ്. അപ്പോൾ താങ്കൾ പറഞ്ഞത് അതിനകത്തെ സിസ്റ്റം ആകെ കുഴപ്പത്തിലായി എന്നാണ്. നോക്കൂ, 16 കസ്റ്റഡി മരണങ്ങൾ ഈ സർക്കാരിൻ്റെ കാലത്തുണ്ടായി എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ശ്രീജിത്തിൻ്റെ അറസ്റ്റ് എടുത്താൽ സുപ്രീം കോടതി മുന്നോട്ട് വെച്ചതോ അല്ലെങ്കിൽ ലോക്നാഥ് ബെഹ്റ തന്നെ കഴിഞ്ഞ വർഷം പുറത്തേക്ക് ഇറക്കിയ സർക്കുലറിൻ്റെയോ അടിസ്ഥാനത്തിലുള്ള മാർഗരേഖ ഒട്ടുമേ പാലിക്കാതെ ആണ് അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഇത് ജനങ്ങളോട് അക്കൗണ്ടബിളായ, ജനങ്ങൾക്ക് മുന്നിൽ പരിശോധിക്കപ്പെടുന്ന ഒരു സംവിധാനമാണ്. ഒരു സർക്കാരിൻ്റെ കീഴിലാണ് ഞങ്ങളുള്ളത്. ആ സർക്കാർ ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഉത്തരം പറയേണ്ടി വരും എന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ള പരിഗണനയും ആലോചനയും അതേക്കുറിച്ച് ഒട്ടും ബോധേടല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സേനയായി മാറിയെങ്കിൽ അതിനകത്ത് എന്തൊക്കെ ഇടപെടൽ സാധ്യതകളുണ്ട്, ചെയ്യാത്ത ഇടപെടലുകൾ താങ്കൾ മനസ്സിലാക്കുന്നതാണ്. ചെയ്യാൻ കഴിയുമല്ലോ ഈ കുത്തഴിഞ്ഞ സംവിധാനം പരിഹരിക്കാൻ. അതുണ്ടാവുന്നില്ല. അത് എവിടെ നിന്നും ഉണ്ടാവേണ്ടതാണ്. തീർച്ചയായിട്ടും പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് നിയമപരമായ നടപടിക്രമങ്ങൾ പാലിച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഒരു പൗരൻ്റെ അവകാശങ്ങളെ നേരിട്ട് ഹനിക്കുന്ന പ്രവൃത്തിയാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നത്. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അറസ്റ്റ് കൊണ്ടും ഡീറ്റൻഷൻ കൊണ്ടുമൊക്കെ. അപ്പോൾ അതൊക്കെ നിയമപരമായിട്ടുള്ള നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ടല്ലാതെ ചെയ്യാൻ യാതൊരു രീതിയിലും പോലീസ് ഉദ്യോഗസ്ഥൻ അനുവദിക്കപ്പെട്ടിട്ടില്ല. അത് പാലിക്കുക എന്നുള്ളത് ഓരോ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കടമയാണ്. അത് പാലിക്കുന്നുണ്ടോ എന്നുള്ളത് മേലുദ്യോഗസ്ഥൻ വളരെ നിർബന്ധപൂർവ്വം അത് നിരീക്ഷിക്കുകയും അതിലിടപെടുകയും വേണമെന്നുള്ളതാണ് പ്രധാന കാര്യം. ഞാൻ ഒരു കാര്യം കൂടി വ്യക്തതയ്ക്ക് വെക്കട്ടെ സുഭാഷ് ബാബു. ഇത് ഉദ്യോഗസ്ഥ തല പ്രശ്നമെന്ന നിലയ്ക്ക് മാത്രം നമുക്ക് എടുക്കാം. സാങ്കേതികമായത് ശരിയുമാണ്. പക്ഷേ ഒരു സർക്കാരിന് കീഴിലാണ് പോലീസ് ഉള്ളത്. സർക്കാരാണ് ഇതിനുവേണ്ടി ഉത്തരം പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ടത്. സർക്കാരിന് ഇക്കാര്യത്തിൽ ഇടപെടൽ പരിമിതി ഉണ്ട് എന്നാണോ താങ്കൾ പറയുന്നത്? എല്ലാ കാലത്തും പോലീസ് ഇത്തരം കുഴപ്പങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ വേണേൽ കൂടുതലാണെന്നുള്ള ആക്ഷേപവും ഉയർന്നു വരുന്നുണ്ട്. ഇതിൽ ഒരു ജനായത്ത സംവിധാനത്തിൽ ഇടപെടാൻ പരിമിതി ഉണ്ട് എന്നാണോ? ജനാധിപത്യ ഭരണ സംവിധാനങ്ങൾക്ക് പോലീസിൽ നേരിട്ട് ഇടത്തോട്ട് തിരിക്കുക വലത്തോട്ട് തിരിക്കുക അയാളെ പിടിക്കുക അയാളെ അറസ്റ്റ് ചെയ്യുന്നൊന്നും പറഞ്ഞിട്ട് അതനുസരിച്ച് ചെയ്യാൻ ഒന്നും സാധ്യമല്ല. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അവരുടെ അധികാരം ദുർവിനിയോഗം ചെയ്യാൻ ചില പരിമിതമായ രാഷ്ട്രീയ ഇടപെടലൊക്കെ ഉണ്ടാകുന്നുണ്ടില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എന്നാലും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന പ്രധാനമായിട്ട് എന്താണെന്ന് പറഞ്ഞാൽ ആ നിയമപരമായ നടപടികൾ, ഇപ്പം അറസ്റ്റ്, ഈ ശ്രീജിത്തിൻ്റെ അറസ്റ്റാണെങ്കിൽ അത് ഒരു AR ക്യാമ്പിലുള്ള 3 പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ഇദ്ദേഹത്തിനെ കസ്റ്റഡിയിലെടുത്തത്. നിയമപരമായിട്ട് ഒരിക്കലും അത് പാടില്ല. കാരണം മറ്റുദ്യോഗസ്ഥരെ, ലോക്കൽ പോലീസിലുള്ള ഉദ്യോഗസ്ഥന്മാരെ സഹായിക്കുക എന്നുള്ളതിനപ്പുറത്ത് നേരിട്ട് ഇവർക്കൊരു പ്രവൃത്തി ചെയ്യാൻ ഒരു രീതിയിലും പോലീസ് നടപടിക്രമം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തീർത്തും അവർ മാത്രമല്ല, അവരെ അങ്ങനെ അവരെ നിയോഗിക്കാൻ പാടില്ല. അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ലോക്കൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മാത്രമേ പറ്റുള്ളൂ. ഇവരെ കൊണ്ടുപോകണമെങ്കിൽ ഇത് SIO അതുപോലെ തന്നെ ഒരു സീനിയർ സിവിൽ പോലീസ് ഓഫീസറോ അവരുടെ മേൽനോട്ടത്തിലുണ്ടാവണം. അദ്ദേഹമായിരിക്കും ഇത് ചെയ്യുന്നത്. ഇവരെ സഹായിക്കാൻ മാത്രമേ പാടുള്ളൂ. അപ്പോൾ ഇവിടൊക്കെ നടപടിക്രമങ്ങൾക്കൊക്കെ ഇത് കസ്റ്റഡിയിലെടുക്കുന്നതിനും ഡീറ്റൻഷനും അതുപോലെ തന്നെ അതിൽ അധികാരമില്ലാത്ത ഉദ്യോഗസ്ഥന്മാർ ഇത് അങ്ങനെ ഒരുപാട് നടപടിക്രമത്തിലുള്ള അപാകതകൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ സുഭാഷ് ബാബു, ഇവിടെ ഉണ്ടാകുന്ന വീഴ്ചകൾക്ക് അപ്പോൾ കർശനമായ നടപടിയെടുത്തു പോവുകയും തിരുത്തലിന്, വളരെ കണിശ സ്വഭാവത്തിലുള്ള തിരുത്തലിന് വിധേയമാക്കുകയും ചെയ്താൽ ഈ കുത്തഴിഞ്ഞ സംവിധാനത്തെ പരിഹരിക്കാൻ കഴിയില്ലേ സർക്കാരിന്? അല്ല, ഇതിലെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വ്യക്തമായ ഒരു നിയമം, അതായത് ബർഡൻ ഓഫ് പ്രൂഫ്, തെളിവിൻ്റെ ഉത്തരവാദിത്വം പോലീസിന് നൽകുന്ന രീതിയിലുള്ളൊരു തെളിവ് നിയമം നമ്മുടെ രാജ്യത്തില്ല. ഒന്ന്. രണ്ടാമത്തെ എന്താണെന്ന് പറഞ്ഞാൽ ഇത് അന്വേഷിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ്. അപ്പോൾ പോലീസിൻ്റെ വീഴ്ചകൾ അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരാകുമ്പോൾ പൂർണ്ണമായിട്ടും സത്യസന്ധമായ രീതിയിൽ അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ പറ്റുമെങ്കിൽ സഹായിക്കണം എന്നുള്ള ഒരു രീതിയിലായിരിക്കും പോലീസ് ഉദ്യോഗസ്ഥന്മാർ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് അതേ ഏജൻസിയുടെ വീഴ്ചകൾ അന്വേഷിക്കുന്ന അവസരത്തിൽ അപാകതകളുണ്ട്. അതിന് പുതിയൊരു സംവിധാനങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രമേ, ആ നിയമത്തിലൊരു ചെറിയ വ്യത്യാസം വരുത്തിയാൽ മാത്രമേ നമുക്കിത് ഫലപ്രദമായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ പരിമിതി അതിനകത്തുണ്ട് എന്നാണ് ശ്രീ നിതിൻ കാണിച്ചേരി, CPIM നേതാവ്. ശ്രീ നിതിൻ കാണിച്ചേരി, നോക്കൂ, 16 കസ്റ്റഡി മരണങ്ങൾ ഈ സർക്കാർ വന്നതിന് ശേഷം ഉണ്ടായി. എല്ലാ കാലത്തും ഉണ്ടാകുന്നു എന്ന ന്യായം ഇവിടെ പറയാൻ കഴിയില്ല. കാരണം എല്ലാം നന്നാക്കാൻ എന്ന ഉദ്ദേശത്തോടെയും വാഗ്ദത്തത്തോടെയും വന്നവരാണ് നിങ്ങൾ. ഇവിടെ നോക്കൂ, ഇപ്പോൾ ഏറ്റവും അവസാനം തൃശ്ശൂരിൽ വിനായകൻ എന്ന് പറയുന്ന ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു പോലീസിൻ്റെ നിരന്തരമായ പീഡനം മൂലം. ആ കേസിൽ നടപടി ഉണ്ടായത് തന്നെ ഏറെ വൈകിയാണ്. വലിയ തോതിലുള്ള മാധ്യമ ശ്രദ്ധ ആകർഷിക്കപ്പെടേണ്ടി വന്നു, വലിയ സമരങ്ങൾ ഉണ്ടാവേണ്ടി വന്നു നടപടിയെടുക്കാൻ.
സർക്കാർ തലത്തിലൊരു പ്രതികരണം ഉണ്ടാവാൻ പോലും. ഇപ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് പരിശോധിച്ചാൽ അതിനുവേണ്ടി നടപടിക്ക് വിധേയരായ പോലീസ് ഉദ്യോഗസ്ഥർ പ്രശ്നങ്ങൾ ഏതുമില്ലാതെ തിരികെ സർവീസിൽ വന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ സർക്കാരിൻ്റെ കാലത്ത് ഇത്രയധികം പോലീസ് അട്രോസിറ്റീസ് ഉണ്ടാവുന്നുവെന്ന് വെച്ചാൽ വളരെ കണിശതയാർന്ന ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല ഒരു ഘട്ടത്തിലും എന്നതാണ് അവിടെ മനസ്സിലാക്കേണ്ടുന്ന ഒന്ന്. അപ്പോൾ പിന്നെ ഇത് മുഴുവൻ നവീകരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾ അവകാശപ്പെടുന്നത് എന്തടിസ്ഥാനത്തിലാണ് നിതിൻ? ഒന്ന്, പോലീസിനെ ന്യായീകരിക്കാനോ ഈ കസ്റ്റഡിയിൽ മരണപ്പെട്ട ശ്രീജിത്തിനെ അറസ്റ്റ് ചെയ്ത പോലീസുകാരെയോ അല്ലെങ്കിൽ ആ സംവിധാനത്തെയോ ഒന്നും ഒരു നിലയിലും ആരും ന്യായീകരിക്കുന്നില്ല, സർക്കാരും ന്യായീകരിക്കുന്നില്ല. അവർക്കെതിരായി നിലപാടുകൾ കർശനമായി എടുത്തു തന്നെയാണ് സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. താങ്കൾ ഈ ചർച്ചയിൽ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഈ സർക്കാർ അധികാരത്തിൽ വന്ന് 23 മാസത്തിനിടയിൽ 16 കസ്റ്റഡി മരണങ്ങൾ ഉണ്ടായി എന്ന് അതൊരു പെരുപ്പിച്ച കണക്കായിട്ടാണ് ഞാൻ കരുതുന്നത്. കസ്റ്റഡിയിൽ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിനെ തുടർന്നെല്ലാമുള്ള അന്വേഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ ഇപ്പോൾ ശ്രീജിത്തെല്ലാം മരണപ്പെട്ടതുപോലെ ഞാനൊരു വ്യക്തത വരുത്താം. നിതിൻ, കസ്റ്റഡി മരണങ്ങൾ എന്ന് പറയുന്നത് സാങ്കേതികമായ കണക്ക് മാത്രമാണ്. അതിൽ തന്നെ ജുഡീഷ്യൽ കസ്റ്റഡി ഉണ്ടാവും. എല്ലാം ലോക്കപ്പ് മർദ്ദനമോ പോലീസിന്റെ ഈ അക്രമം കൊണ്ടോ മരിച്ചവരല്ല. സാങ്കേതികമായ കണക്കിൽ മാത്രമാണ് 16 വരിക. എല്ലാം ഈ സ്വഭാവമുള്ളവയല്ല. ഞാൻ അതാണ് പറഞ്ഞത്. ഇത്തരത്തിൽ സ്വഭാവമുള്ളത് പോലീസ് നേരിട്ട് പ്രതിസ്ഥാനത്ത് ആരോപിക്കപ്പെടാവുന്ന ചില കേസുകൾ ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന ശ്രീജിത്തിൻ്റെ വിഷയത്തിലും അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. ആ വന്നിട്ടുള്ള ഈ വിവരം പുറത്തു വന്നപ്പോൾ തന്നെ ആ സർക്കാർ ഒരു സ്പെഷ്യൽ ടീമിന്, ഐ ജിയുടെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ടീമിന് അന്വേഷണത്തിന് വയ്ക്കുന്നു. ഇതിൽ നേരിട്ട് ഇയാൾ അറസ്റ്റ് ചെയ്യുന്നതിന് നേതൃത്വം കൊടുത്തവിടെ നേരത്തെ ചർച്ചയിൽ പങ്കെടുത്ത ആളുകൾ വ്യക്തമാക്കിയതുപോലെ ചട്ടവിരുദ്ധമായി അല്ലെങ്കിൽ അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. ആ അറസ്റ്റിന് നേതൃത്വം കൊടുത്ത പോലീസുകാർ അപ്പം തന്നെ സസ്പെൻഡ് ചെയ്തു. കാര്യക്ഷമമായ അന്വേഷണം ക്രൈംബ്രാഞ്ചിൽ നിന്ന് തന്നെ ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ നാട്ടിനകത്ത് നിലവിൽ നിൽക്കുന്ന ഒരു ചട്ടത്തിൻ്റെയും നിയമത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഏത് കേസിലും നമുക്ക് അന്വേഷണം നടത്താൻ വേണ്ടി കഴിയുക. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ കേരളത്തിൽ സാധാരണഗതിയിൽ ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത്തരം ദുരൂഹമായ മരണങ്ങളും കസ്റ്റഡി മരണങ്ങളും എല്ലാം കുറവുള്ളൊരു നാടാണ് കേരളം. ഉണ്ടായിട്ടില്ല എന്നുള്ള നിലയില്ല, ഇതിനേക്കാൾ എത്രയോ ക്രൂരമായ പ്രതികളെപ്പോലും പുറത്ത് വിടാതെ സർക്കാരുകൾ സംരക്ഷിച്ച കേസുകളുമെല്ലാം ഉണ്ടായിട്ടുണ്ട്. അതിലേക്ക് പോവുകയല്ല. എങ്കിലും താരതമ്യേന മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറേ കൂടി കാര്യക്ഷമമായി ഇത്തരം കസ്റ്റഡി മരണങ്ങളിലും ലോക്കപ്പ് മരണങ്ങളിലുമെല്ലാം അന്വേഷണം നടത്തുകയും കുറ്റക്കാർക്കെതിരെ കർശനമായ ശിക്ഷയും നടപടികളുമെല്ലാം വരുന്ന ഒരു നാടാണ് കേരളം എന്നാണ്. സ്വാഭാവികമായും കേരളത്തിൽ ഇന്ന് അധികാരത്തിലിരിക്കുന്ന സർക്കാരും നിലവിലുള്ള ഈ പോലീസ് സംവിധാനത്തെ ആ നിലയിൽ നവീകരിക്കാൻ, നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ കുത്തഴിഞ്ഞ് കിടന്നിരുന്ന ഒരു പോലീസ് സംവിധാനത്തെ നവീകരിക്കാനും കാര്യക്ഷമമാക്കാനുമുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഈ സംഭവത്തിലും നമ്മളിപ്പോൾ ചർച്ചയ്ക്ക് വിധേയമായ അല്ലെങ്കിൽ ഈ പ്രത്യേക സംഭവത്തിലും അത്തരത്തിൽ തന്നെയാണ് അന്വേഷണവും മറ്റു കാര്യങ്ങളുമെല്ലാം സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഒരു കാര്യം ഉറപ്പാണ്, ഇതിൽ കുറ്റക്കാരായ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരാളും പോലീസ് സേനയിലും ഉണ്ടാകാൻ പോകുന്നില്ല. പോലീസ് സേനയില്ല, പോലീസ് സേനയിൽ ഉണ്ടാവില്ല എന്ന് നിങ്ങൾ ആവർത്തിച്ചു പറയുകയാണ്. നിങ്ങളുടെ നയമല്ല ഈ നടപ്പിലാക്കുന്നതെന്നും നിങ്ങൾ ആവർത്തിച്ചു പറയുകയാണ്. പക്ഷേ നിതിൻ, ഈ സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നിരന്തരമായി. നോക്കൂ, ഇതിപ്പോൾ കസ്റ്റഡി മരണങ്ങളുടെ സാങ്കേതികത പറഞ്ഞ് നമുക്കതിനെ വർഗീകരിക്കാം. അത് മാറ്റി നിർത്തിയാൽ പോലീസ് നടത്തിയിട്ടുള്ള പീഡനങ്ങൾ, ആൾ മരിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. നമുക്കറിയാവുന്ന എത്രയോ എണ്ണമുണ്ട്. ഏറ്റവും അവസാനം VVIP വരുന്നു എന്ന് പറഞ്ഞ ഒരാളുടെ മൂക്കിടിച്ച് പൊട്ടിച്ചതടക്കമുള്ള സംഭവങ്ങളുണ്ട്. പിന്നെ അക്രമങ്ങൾ നടക്കുമ്പോൾ നോക്കി നിന്ന സംഭവങ്ങൾ വേറെയുമുണ്ട്. അപ്പോൾ ഈ സർക്കാരിന് 20 മാസമായിട്ടും ഇവിടെ ഒരു ആർജവമുള്ള ഭരണകൂടമുണ്ട്. ഇങ്ങനെ കുത്തഴിഞ്ഞു പോയാൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന ഒരു ബോധമുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു പേടി, അത് സേനയിൽ ഓരോ ഉദ്യോഗസ്ഥനും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ആരുടെ പരാജയമായി വായിക്കേണ്ടുന്ന ഒന്നാണ് നിതിൻ? അങ്ങനെയല്ല. നിങ്ങൾ നോക്കൂ, ഈ സർക്കാർ മാറി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സർക്കാരിൻ്റെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണ് മാറിയത്. ആരാണ് ഈ പോലീസ് സേനയിൽ ഉണ്ടായിരുന്നവരും സർക്കാർ ഉദ്യോഗസ്ഥരുമെല്ലാം കാലാകാലങ്ങളിൽ മറ്റു നിലയിൽ സർക്കാർ സർവീസുകളിലേക്ക് വന്നിട്ടുള്ളവരാണ്. അവരൊന്നും ഒരു ദിവസം കൊണ്ട് തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ കാര്യമുണ്ട് എന്നും തോന്നുന്നില്ല. പക്ഷേ നിലവിൽ ഒരു സർക്കാർ എങ്ങനെയാണ് ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഈ വിഷയത്തിൽ നോക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറയുന്നത് ഇപ്പോൾ കർശനമായ നടപടി ഉണ്ടാകും നിതിൻ പറയുന്നു, സർക്കാർ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെ നോക്കുകയും ചെയ്യാം. പക്ഷേ വിനായകന്റെ കാര്യത്തിലടക്കം പോലീസ് ഉദ്യോഗസ്ഥർ തിരികെ സർവീസിലേക്ക് പ്രശ്നമേതുമില്ലാതെ മടങ്ങി വരുന്നു എന്നതാണ് നമ്മുടെ കൺമുമ്പിലുള്ള യാഥാർത്ഥ്യം. ഈ കഴിഞ്ഞ ദിവസം ഈ 20 മാസക്കാലത്തിനിടയ്ക്ക് കർശനമായ നടപടിയെടുത്ത് സർവീസിൽ നിന്ന് മാറ്റി നിർത്തിയവരോ അല്ലെങ്കിൽ ക്രിമിനൽ കേസിന്റെ നടപടികളുമായി മുന്നോട്ട് പോവുകയോ ചെയ്തോ ഏതെങ്കിലും പോലീസുകാർക്കെതിരെ അങ്ങനെ കർശനമായ നടപടിയെടുത്തതിന്റെ ഉദാഹരണങ്ങൾ നമ്മുടെ മുൻപിലില്ല. ഇത് സസ്പെൻഷനാണ്. ഇതെല്ലാ കാലത്തും സമ്മർദ്ദമുണ്ടാവുമ്പോൾ ചെയ്യും. വിനായകന്റെ കാര്യത്തിൽ സമ്മർദ്ദമുണ്ടായി ഏറെ നാൾ കഴിഞ്ഞാണ് അത് ചെയ്തത്. ഇതിനപ്പുറത്തേക്ക് ഇതെങ്ങനെ പോകും, എങ്ങനെ പോലീസുകാരെ വരുതിയിൽ നിർത്തുമെന്ന് ചോദിച്ചാൽ ഉത്തരം കാണാനില്ല.
നിഷാദ്, ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടായി ഒരു വാർത്ത വന്നാൽ ഉടൻ ഒരാളെ ഡിസ്മിസ് ചെയ്യാൻ പറ്റുന്ന, സർവീസിൽ നിന്ന് പുറത്താക്കാൻ പറ്റുന്ന ഒരു ചട്ടം കേരളത്തിലില്ല. സർവീസ് ചട്ടമില്ല. സസ്പെൻഡ് ചെയ്യപ്പെട്ടുള്ള ആളുകൾ തിരിച്ചു കയറിയിട്ടുണ്ടാവും, ഞാനത് നിഷേധിക്കുന്നില്ല. അത് ചർച്ച ചെയ്യേണ്ടത് സർക്കാരിൻ്റെ കുഴപ്പമായിട്ടല്ല. നിലവിൽ നമ്മുടെ നാട്ടിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് സർക്കാരിന് പ്രവർത്തിക്കാൻ കഴിയൂ. അല്ലാതെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഒരു ആരോപണം ഉയർന്നാൽ ഉടൻ നിങ്ങൾ നാളെ മുതൽ സർവീസിൽ വരേണ്ടതില്ല, നിങ്ങളെ പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന് പറയാൻ ഒരു സർക്കാരിന് കഴിയില്ല. സർക്കാരിന് നാട്ടിലുള്ള നിയമത്തിൻ്റെയും ചട്ടങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കാൻ കഴിയുക. അത് ഈ സർക്കാർ കാര്യക്ഷമമായി ഡീൻ കുര്യാക്കോസ് ഉണ്ട്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ. ഡീൻ കുര്യാക്കോസ്, നേരത്തെ സുഭാഷ് ബാബു റിട്ടയർഡ് SP പറഞ്ഞത് പോലീസ് ഒരു പ്രത്യേകതരം സിസ്റ്റമാണ്, അതിനകത്തേക്ക് പൂർണ്ണമായും കടന്നു ചെന്ന് അതിനെ ആകെ ശുദ്ധമാക്കുക എന്ന പ്രക്രിയ അങ്ങേയറ്റം ദുസ്സഹം അല്ലെങ്കിൽ ബുദ്ധിമുട്ടേറിയ ഒന്നാണ് ഏതൊരു സർക്കാരിനും. അത് വലിയ പാടാണ്, പലപ്പോഴും സാധ്യമാകാത്തതാണ്. നിതിൻ കണിച്ചേരി CPIM നേതാവ് പറയുന്നത് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്, അല്ല തന്നെ അതൊക്കെ അന്വേഷിക്കുന്നത് പോലീസ് തന്നെയാണ്, പലപ്പോഴും അവർ തന്നെ തിരികെ വരാനുള്ള സാധ്യതയുമുണ്ട്. ആ സിസ്റ്റത്തിനാകെ തന്നെയുള്ള പ്രശ്നം ആണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എല്ലാ കാലത്തും ആവർത്തിക്കപ്പെടുന്നതോ ഏറിയും കുറഞ്ഞുമൊക്കെ പ്രത്യക്ഷമാകുന്നതോ ആണ് ഈ അട്രോസിറ്റീസ് എന്ന്. അതിനപ്പുറത്തേക്കുള്ള ഗൗരവം ഇതിന് കൊടുക്കാൻ കഴിയില്ല എന്നതാണ് അവർ മുന്നോട്ട് വെക്കുന്ന പോയിന്റ് എന്ന് തോന്നുന്നു. അല്ല, ഞാൻ ആ വാദത്തോട് യോജിക്കുന്നില്ല, പൂർണ്ണമായും വിയോജിക്കുകയാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇവിടെ സർക്കാരിൻ്റെ നയം തന്നെയാണ് പ്രശ്നം. ഇടതുപക്ഷ സർക്കാരുകൾ എന്നൊക്കെ കേരളത്തിൽ അധികാരത്തിലിരുന്നിട്ടുണ്ടോ, അത് EM ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ കാലഘട്ടം മുതൽ ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു പൊതുവായ നയമുണ്ട്. ലെനിൻ പറഞ്ഞതുപോലെ ഭരണകൂടം എന്നും മർദ്ദന ഉപകരണമാണ് എന്ന വാക്കുകൾ അന്വർത്ഥമാക്കുന്ന ഒരു ശൈലിയാണ്. പൊതുവിൽ CPIM-ന് രണ്ട് രീതിയിലാണ്. ഒന്ന്, CPM-ന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ, രാഷ്ട്രീയ പ്രതിയോഗികളെ വകവരുത്തുന്ന ഒരു പ്രവൃത്തിയുണ്ട്. ഇപ്പോൾ ഷുഹൈബിനെ പോലെയുള്ള ആളുകളെ വധിച്ചതായ കാലഘട്ടമാണ്. ആരൊക്കെ CPM-ന് വെല്ലുവിളി ഉയർത്തിയോ അവരെയെല്ലാം വകവരുത്തുന്ന ഒരു തരം നിലപാടുകൾ. ആ നിലപാടുകളിലെല്ലാം പ്രത്യക്ഷമായോ പരോക്ഷമായോ പോലീസിനെ അവർ ദുരുപയോഗപ്പെടുത്തുന്നുണ്ട്. മറ്റൊരു വശത്ത് അവരുടെ സർക്കാരുകൾ എടുത്തിട്ടുള്ള നയസമീപനത്തോട് പൊരുത്തപ്പെടാത്തവർ, അവരെ പല രീതിയിലാണ് ഭരണ നേതൃത്വം ചിത്രീകരിക്കുന്നത്. ഇപ്പോൾ എന്താ പറയുക, വർഗീയവാദികളായും ഭീകരവാദികളായും മാവോയിസ്റ്റുകളായും ഒക്കെ തന്നെ അവർ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഭരണകൂടത്തോട് സഹകരിക്കാത്ത ആളുകളെ പൂർണ്ണമായും വകവരുത്തുന്നതിന് വേണ്ടി ഇവർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അത് ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ കാലഘട്ടം മുതൽ വിമോചന സമരത്തെ അടിച്ചമർത്തിയത് മുതൽ ഇങ്ങോട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളുടെയും കാലഘട്ടത്തിൽ നമ്മളത് കാണുന്നു. ഇപ്പോൾ ഇതിനു മുമ്പ് അച്യുതാനന്ദൻ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ കിനാലൂരിൽ പോയി അവിടെ മുഴുവൻ നാട്ടുകാരെയും അടിച്ചമർത്തി ഇല്ലായ്മപ്പെടുത്തിക്കൊണ്ട് വരാനാണ് പോലീസിനോട് പറഞ്ഞത് എങ്കിൽ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം നമ്മളത് പുതുവൈപ്പിൽ കണ്ടു, ഗെയിലിൻ്റെ പൈപ്പ് ഇടുന്നിടത്ത് കണ്ടു, അവസാനം ഇപ്പോൾ മലപ്പുറത്ത് നാഷണൽ ഹൈവേ വികസിപ്പിക്കുന്നിടത്ത് നമ്മൾ കണ്ടു. ഇങ്ങനെ ഒരുപാട് കേന്ദ്രങ്ങളിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവർ സംഘടിച്ച് സമരം ചെയ്യുമ്പോൾ അവർ ഗവൺമെൻറ്റിൻ്റെ നയത്തിന് എതിര് നിൽക്കുന്നു എന്നിടത്ത് അവർ പോലീസിനെ ദുരുപയോഗപ്പെടുത്തി അടിച്ചമർത്താൻ വേണ്ടി എല്ലാ തരത്തിലുമുള്ള സംവിധാനം അവർ ഉപയോഗപ്പെടുത്തുന്നു ഭരണ നേതൃത്വം. പൊതുവിൽ ഈ ക്രൂരത ഭരണ നേതൃത്വം വച്ചു പുലർത്തുമ്പോൾ, മറ്റുള്ളവരെ വകവരുത്താൻ വേണ്ടി അവർ ഉപയോഗിക്കുമ്പോൾ, ഒരു സ്ഥലത്ത് ശ്രീധരനെ പോലെയുള്ള ആളുകളെ ഇവർ പോയി കൊന്നുകളഞ്ഞിട്ട് വരും, മറ്റൊരു സ്ഥലത്ത് വിനായകനെ പോലെയുള്ള ആളുകളെ അടിച്ച് അവരെ കൊന്നുകളഞ്ഞിട്ട് വരും. അപ്പോൾ ഇങ്ങനെ ഭരണ നേതൃത്വത്തിൻ്റെ തീരുമാനം അതെല്ലാം നടപ്പിലാക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം. ആ രാഷ്ട്രീയവൽക്കരണം അവസാനിപ്പിക്കാൻ CPM നേതൃത്വം തയ്യാറാണോ എന്നുള്ളതാണ്. ഇന്ന് പിണറായി വിജയനാണ് മുഖ്യമന്ത്രി. പിണറായി വിജയൻ്റെ മുഖം എന്ന് പറയുന്നത് ഏറ്റവും ക്രൂരമായ നിലയിൽ തന്നെയാണ്. മുമ്പ് ഉമ്മൻചാണ്ടിയായിരുന്നു. ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ കൊച്ചി മെട്രോയ്ക്ക് വേണ്ടി സ്ഥലമെടുപ്പ് പൂർത്തിയാക്കി. ഇതുപോലെയുള്ള രക്തച്ചൊരിച്ചിൽ നമ്മൾ കണ്ടിട്ടില്ല. വിഴിഞ്ഞ പദ്ധതിക്ക് വേണ്ടി സ്ഥലമെടുപ്പ് നമ്മൾ പൂർത്തിയാക്കി. അവിടെ മട്ടന്നൂരിൽ വിമാനത്താവളം വന്നു. ഇവിടെ ഒരിടത്തും ഏറ്റവും ബൃഹത്തായ പദ്ധതികൾക്ക് വേണ്ടി സ്ഥലമെടുപ്പ് പൂർത്തിയാക്കുന്നിടത്ത് നാട്ടുകാരുടെ തോളത്ത് കയറാൻ ഒരു പോലീസുകാരന് പോയിട്ടില്ല. വളരെ സൗമ്യമായി ഒരു ഭരണകൂടം ഇടപെട്ടു. അതൊരു സൗമ്യതയുടെ, ജനാധിപത്യ മര്യാദയുടെ ഒരു ശൈലിയാണ്. ഇവിടെ ഇപ്പോൾ അതല്ല പ്രശ്നം. ഇവിടെ പ്രശ്നം ഒരു വശത്ത് CPM-ന്റെ രാഷ്ട്രീയ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ, എതിരാളികളെ വകവരുത്താൻ, കേസുകൾ തേച്ചുമാച്ച് കളയാൻ എല്ലാ തരത്തിലും ഈ പോലീസിനെ അവർ ദുരുപയോഗപ്പെടുത്തുന്നു. അപ്പോൾ പോലീസ് അതിൻ്റെതായ സൗകര്യം അനുസരിച്ച് അവരുടെ നിലയിൽ വഴിവിട്ടു പോകുന്നു. അപ്പോൾ അത്തരം പോലീസുകാരെ നിലയ്ക്ക് നിർത്താൻ ആഭ്യന്തര വകുപ്പിനുകൾ, ഇതിനെയാണ് ഭരണ തകർച്ച എന്ന് നമ്മൾ പറയുന്നത്, ഇതിനെയാണ് കെടുകാര്യസ്ഥത എന്ന് നമ്മൾ പറയുന്നത്. അതല്ലാതെ പൊതുവിൽ സിസ്റ്റം മുഴുവൻ ഇങ്ങനെയാണ്. ഈ സിസ്റ്റം തന്നെയാണ് UDF-ന്റെ കാലഘട്ടത്തിലുള്ളത്. ഈ സിസ്റ്റം തന്നെയാണ് LDF-ന്റെ കാലഘട്ടത്തിലുള്ളത്. പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇച്ഛാശക്തിയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ തയ്യാറായില്ല എങ്കിൽ അത് ഈ നിലയിൽ തന്നെ പരിണമിക്കുമെന്ന്. ഒരു നാടിന്റെ തകർച്ച, സമ്പൂർണ്ണ തകർച്ചയിലൂടെ എന്ന് വെച്ചാൽ ജീവിക്കാൻ ആർക്കാണ് ഇവിടെ സുരക്ഷിതത്വമുള്ളത്?
ഇവിടെ ഏതെങ്കിലും, ഞാൻ പറയട്ടെ, ഒരു മിനിറ്റ് കൂടെ സമയം തന്നാൽ മതി, ഏതെങ്കിലും ഒരു സാധാരണക്കാരന് നീതി ലഭിക്കുന്ന വിധത്തിൽ കേരള പോലീസ് പെരുമാറിയെന്ന് മാതൃകാപരമായി ഏതെങ്കിലും ഒരിടത്ത് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഗവൺമെന്റ് വന്നു, സ്ത്രീ സുരക്ഷ. ഞാൻ പറയാം, ഇവിടെ വാളയാറിൽ 2 പെൺകുട്ടികൾ ഒരു വീട്ടിൽ മരിച്ചല്ലോ. ഒന്നാമത്തെ കുട്ടി മരിച്ചതിന് ശേഷം അവിടുത്തെ പോലീസ് കാര്യക്ഷമമായി ഇടപെട്ടിരുന്നുവെങ്കിൽ രണ്ടാമത്തെ കുട്ടി മരിക്കില്ല എന്ന് പറഞ്ഞത് അച്യുതാനന്ദന. അവിടെ കുണ്ട്രയിൽ പാവപ്പെട്ട ഒരു കുട്ടി ആത്മഹത്യ ചെയ്തല്ലോ, പോലീസ് കാര്യക്ഷമമായി പ്രവർത്തിച്ചില്ല എന്നതായിരുന്നു ഏറ്റവും വലിയ ആക്ഷേപം. ഇങ്ങനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എത്രയോ സംഭവങ്ങളിൽ നമ്മൾ കാണുന്നത് എന്താ? പ്രത്യക്ഷമായും പരോക്ഷമായും പോലീസ് നിഷ്ക്രിയവൽക്കരിക്കപ്പെടുന്നു, രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നു. ഏരിയ സെക്രട്ടറിമാരും ജില്ലാ സെക്രട്ടറിമാരും പോലീസ് സ്റ്റേഷനുകളെ താവളമാക്കിക്കൊണ്ട് പ്രവർത്തിച്ചപ്പോൾ ആക്ഷേപമാണ് താങ്കൾ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയ ഇച്ഛാശക്തി ഇല്ലായ്മയുടെ ദുരന്ത ഫലമാണ് പോലീസ് ഇങ്ങനെ പെരുമാറുന്നത് എന്നതാണ് ആ കാര്യത്തിൽ താങ്കൾ മുന്നോട്ട് വെക്കുന്ന വിശദീകരണം അല്ലെങ്കിൽ നിലപാട്. CNP ചെക്കുട്ടി, ഇവിടെ നോക്കൂ, കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമായി വന്നു, പോലീസിന്റെ ഇത്തരം പെരുമാറ്റ ശൈലി. അതിനുശേഷം ഡൽഹിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിക്കവേ പറഞ്ഞത് പോലീസിന് നല്ല നിലയിലുള്ള മാറ്റമുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരം മോശം സമീപനങ്ങൾ ഉണ്ടാകുന്നു എന്നത് കേവലമായ രാഷ്ട്രീയ ആരോപണമാണ്, പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള എല്ലാ അട്രോസിറ്റീസും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതാണ്. പക്ഷെ അതിനുശേഷമാണ് ഈ 2 സംഭവങ്ങൾ കൂടി ഉണ്ടാകുന്നതെന്ന് ഓർക്കണം. ഇപ്പോൾ വരാപ്പുഴയിലേതും പാലക്കാട് ഇല്ലാത്ത കേസിൻ്റെ പേരിൽ ഒരു പാവം മനുഷ്യനെ നിരന്തരമായും സമ്മർദ്ദം ചെലുത്തി ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട സംഭവവും. പക്ഷേ മുഖ്യമന്ത്രി ഇത് അംഗീകരിക്കില്ല, പോലീസ് നന്നായിക്കൊണ്ടിരിക്കുന്നുവെന്ന് അദ്ദേഹം മാത്രമായി ആവർത്തിച്ച് പറയുകയാണ്. അപ്പോൾ ഈ നാട്ടിൽ പോലീസ് ഉണ്ടാക്കുന്ന പ്രതീതി എന്താണ്, പോലീസ് ഉണ്ടാക്കുന്ന ഭീതി എന്താണ്, അല്ലെ ആ പോലീസിൻ്റെ ഇപ്പോഴത്തെ പ്രതിച്ഛായ എന്താണ് എന്ന കാര്യത്തിൽ അത് അംഗീകരിക്കാത്ത ഏക മനുഷ്യൻ മുഖ്യമന്ത്രി മാത്രമാണോ? അത്തരം ആക്ഷേപങ്ങളെ ഒന്നും ഗൗരവത്തിലെടുക്കാതെ അന്ധമായ രാഷ്ട്രീയ സമീപനം അദ്ദേഹം വെച്ചു പുലർത്തുന്നുണ്ട്. അതെങ്ങനെ അവർക്ക് അവരുടെ രാഷ്ട്രീയത്തിൽ പൊതുമധ്യത്തിൽ ആ സർക്കാരിനെ കുറിച്ച് പ്രതിഫലിക്കുമെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? മുഖ്യമന്ത്രിക്ക് പോലീസ് വകുപ്പിൻ്റെ ചുമതലക്കാരനായതുകൊണ്ട് പോലീസുകാർ മോശമായിട്ട് പെരുമാറുന്നു എന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിയില്ലല്ലോ. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിക്ക് അറിയാം കേരളത്തിൽ നടക്കുന്നത് എന്താണെന്ന്. കാരണം അദ്ദേഹത്തിനും കിട്ടിയിട്ടുണ്ട്. നേരത്തെ അദ്ദേഹം പിന്നെ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്ന കാലത്ത്, പഴയ ഒരു കാലത്ത് അദ്ദേഹത്തിനും അടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ പോലീസിന് സംഭവിച്ചത് എന്താണ് എന്ന് കൃത്യമായിട്ട് മുഖ്യമന്ത്രിക്ക് അറിയാം. നിർഭാഗ്യവശാൽ അത് തിരുത്താനുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു സംവിധാനം അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല. ഇതാണ് ഒരു റിയാലിറ്റി. കാരണം കേരളത്തിലെ പോലീസിനെ ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഹൈലി പൊളിറ്റിക്കലായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അടി മുതൽ മുടി വരെ ഈ പോലീസ് സംവിധാനത്തെ അട്ടിമറിച്ചിട്ടുണ്ട്. ഇതൊരു പ്രൊഫഷണൽ ഫോഴ്സ് ആയിട്ടിരിക്കേണ്ടതാണ്, ഇതൊരു ഡിസിപ്ലിൻ ഫോഴ്സ് ആയിരിക്കേണ്ടതാണ്, ഇത് ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ളതായിരിക്കേണ്ടതാണ്. പക്ഷേ നിങ്ങൾ ഈ സർക്കാരിൻ്റെ വരവിൻ്റെ സമയം മുതൽ നോക്കിക്കോളൂ, പോലീസ് സംവിധാനത്തിനകത്ത് വളരെ ഏകപക്ഷീയമായ ഇടപെടലുകളാണ് നടന്നത്. ഞാൻ ആദ്യത്തെ ഒരു ഉദാഹരണം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ DGP ആയിട്ടുള്ള ഒരാൾ വരുന്നത് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ്റെ കപ്പാസിറ്റിയുടെ അടിസ്ഥാനത്തിലാണ്. DGP ആയിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ DGPയോട് വിരോധം ഉണ്ടാവും, രാഷ്ട്രീയമായിട്ട് നമുക്ക് യോജിപ്പുണ്ടാവില്ല. പക്ഷേ അദ്ദേഹത്തെ മാറ്റുന്ന സമയത്ത്, മാറ്റുന്നതിലും ഞാൻ കുഴപ്പം പറയില്ല, പക്ഷെ മാറ്റിയിട്ട് അദ്ദേഹം സുപ്രീം കോടതി പോയിട്ട് തിരിച്ചു വന്നാൽ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് ഇരിക്കാൻ സമ്മതിക്കണ്ടേ? അതിന് പകരം ആ സ്ഥാനത്തിരുന്നു കൊണ്ട് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ DGPയും തൊട്ട് താഴെയുള്ള ആൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന അവസ്ഥയുണ്ടാക്കി കേരള പോലീസിൻ്റെ അടിത്തറ തകർത്തത്, കേരള പോലീസിൻ്റെ ഡിസിപ്ലിൻ്റെ അടിത്തറ തകർത്ത് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ. അത് ആദ്യത്തെ സംഭവമാണ്. അതിനുശേഷം ഉണ്ടായിരിക്കുന്ന ഓരോ സംഭവങ്ങൾ നോക്കിക്കഴിഞ്ഞാലും ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ഫോഴ്സ് എന്ന നിലയിൽ ഈ ഫോഴ്സിനെ പ്രവർത്തിക്കാൻ കേരളത്തിലെ സർക്കാർ അനുവദിച്ചിട്ടില്ല. അതിന് രാഷ്ട്രീയമായ കാരണങ്ങൾ തന്നെയാണ് അതിനുണ്ടായിരുന്നത്. രാഷ്ട്രീയമായ താല്പര്യങ്ങൾ അതിനകത്ത് വലിയ തോതിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. രാഷ്ട്രീയമായിട്ട് തങ്ങളോട് യോജിപ്പില്ലാത്ത ആളുകൾ എന്ന് ധരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി പോലീസുകാർക്കെതിരായിട്ട് നടപടികൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഉണ്ടായിരിക്കുന്ന ഒരുപാട് മാറ്റങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള, വളരെ മാന്യമായിട്ട് പെരുമാറിയിട്ടുള്ള ഒരുപാട് ഓഫീസേഴ്സിനെ കണ്ടമാനം എടുത്ത് അങ്ങോട്ട് അടിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പോലീസ് സംവിധാനത്തിനകത്ത് ഒരു തരത്തിലുള്ള അവ്യവസ്ഥയുടെ അന്തരീക്ഷം, ഒരു തരത്തിലുള്ള അനാർക്കി ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഒരു സംവിധാനത്തിനകത്ത് ഉദ്യോഗസ്ഥരെ അമിതമായിട്ട് ബലിയാടാക്കാൻ ശ്രമിച്ചാൽ, അവരെ വല്ലാതെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ ഉണ്ടാകാവുന്ന വളരെ സ്വാഭാവികമായിട്ട് അതാണ് ചെക്കുട്ടി. ഇവിടെ ഒരു സർക്കാർ ഭരിക്കുകയാണ്, CPIM-നെ പോലെ ഒരു പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത്. പോലീസ് നിരന്തരമായി ഇങ്ങനെ പൊല്ലാപ്പുണ്ടാക്കുകയാണ് സർക്കാരിന്. ജനങ്ങൾക്കിടയിൽ ഈ സംവിധാനമാകെ ദുഷിച്ചിരിക്കുന്നു എന്നൊരു ഫീൽ ഉണ്ടായിട്ടുണ്ട് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും. അപ്പോൾ അത് ഒരു നിലയ്ക്കും ഗൗരവതരമായി ആ പാർട്ടിയെയും മുന്നണിയെയും ആ സംവിധാനത്തെയും ഒന്നും അലട്ടുന്നില്ല എന്നാണോ താങ്കൾ മനസ്സിലാക്കുന്നത്? കാരണം അത് നിരന്തരമായി ആവർത്തിക്കപ്പെടുകയും ആക്ഷേപങ്ങളെല്ലാം പൂർണ്ണമായും മുഖ്യമന്ത്രിയാൽ നിരാകരിക്കപ്പെടുകയും ചെയ്യുകയാണ്. അപ്പോൾ എന്തു മനസ്സിലാക്കണം? അതൊരു സീരിയസ് ആയ ചിന്തയ്ക്ക് വിധേയമാക്കാൻ
ഒരു പൊളിച്ചെഴുത്തിന് വിധേയമാക്കാൻ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ സമ്മർദ്ദം ചെലുത്താൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിയോ മുന്നണിയോ പോലും തയ്യാറാകാത്ത വിധം ഗൗരവം ഇതിന് കൊടുക്കുന്നില്ല എന്നാണോ? പൊളിച്ചെഴുതണമെങ്കിൽ പാർട്ടി സംവിധാനത്തിൻ്റെ താല്പര്യങ്ങൾ കേരള ഭരണത്തിനകത്ത് വരുന്ന ഒഴിവാക്കണം. കേരളത്തിൻ്റെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് കക്ഷി രാഷ്ട്രീയപരമായ താല്പര്യങ്ങൾ കൊണ്ടുവരുന്നതാണ് പ്രശ്നം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കൊലക്കേസ് ഉണ്ടായി കഴിഞ്ഞാൽ കൊലക്കേസിൽ ആരെ പ്രതിയാക്കണം ആരെ പ്രതിയാക്കരുത് എന്ന് തീരുമാനിക്കുന്നത് പോലീസല്ല, അല്ലെങ്കിൽ ബന്ധപ്പെട്ട സംവിധാനങ്ങളല്ല, മറിച്ച് രാഷ്ട്രീയ കക്ഷി നേതാക്കളാണ് എന്ന് വന്നു കഴിഞ്ഞാൽ പോലീസിന് ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം വരും. അങ്ങനെ രാഷ്ട്രീയമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോലീസിന് ഉപയോഗിക്കുന്ന സമയത്ത് പോലീസിന് പ്രൊഫഷണലായിട്ട് പെരുമാറാൻ കഴിയില്ല. അതിൻ്റെ മാത്രമല്ല, രാഷ്ട്രീയ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള പോലീസ് ഓഫീസർ മുതൽ ഏറ്റവും താഴെയുള്ള ഓഫീസർ വരെയുള്ള ആളുകളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അവർക്കെതിരായിട്ട് നടപടികൾ സ്വീകരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർക്കൊരു മൊറാൽ അതിൻ്റെ പോലീസിൻ്റെ ആത്മവീര്യം അത് തകർക്കപ്പെടും എന്ന കാര്യം തർക്കമില്ല. ഇന്ന് കേരള പോലീസ് വലിയ തോതിൽ മാനസികമായി തളർന്ന ഒരു പോലീസ് ഫോഴ്സാണ്. കാരണം അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. സ്വാഭാവികമായിട്ടും വഴിയെ പോകുന്നതിൻ്റെ പാവപ്പെട്ട നിങ്ങൾ നോക്കി കൊല്ലപ്പെട്ടിരിക്കുന്ന ആളുകളെല്ലാം പരമദരിദ്രരായിട്ടുള്ള ആളുകൾ, തിരിച്ചടിക്കാൻ ശക്തിയില്ലാത്ത ആളുകളാണ്. ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ സ്വാധീനം എടുക്കാൻ കഴിവില്ലാത്ത ഏറ്റവും പാവപ്പെട്ടവൻ്റെ നെഞ്ഞത്ത് കയറുക എന്നുള്ള ഒരു മുഷ്ക് തീർക്കലാണ് ഇന്ന് കേരള പോലീസ് നടക്കുന്നത്. അത് മാറണമെങ്കിൽ പോലീസിനെ ബഹുമാനത്തോടു കൂടി കാണാൻ മുഖ്യമന്ത്രി തയ്യാറാവണം. പോലീസിന് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ സൗകര്യങ്ങൾ കൊടുക്കണം. പക്ഷേ അതിനുള്ള സാഹചര്യം ഇന്നില്ല. സുഭാഷ് ബാബു, താങ്കൾ അങ്ങനെ കാണുന്നുണ്ടോ? ഇതിപ്പം കുറ്റം ചെയ്യുമ്പോൾ സമയബന്ധിതമായി ശിക്ഷിക്കുക, കർശനമായ നടപടിയെടുത്തു പോവുക എന്നതിനപ്പുറത്തേക്ക് ടോട്ടലി ഒരു പ്രൊഫഷണൽ അഡ്മിനിസ്ട്രേഷൻ ഇല്ലാത്തതിൻ്റെ പാർശ്വഫലമാണ് ഇങ്ങനെ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇത്തരം സംഭവങ്ങൾ എന്നതാണോ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം? അല്ല, പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിനകത്ത് വീഴ്ചകളൊക്കെ ഉണ്ടാവും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ പോലീസ് പൗരൻ്റെ മാനസികവും ശാരീരികമായ പ്രശ്നങ്ങൾ, അതായത് പൗരാവകാശത്തെ നേരിട്ട് ബന്ധപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ സംയമനവും പാലിപ്പിക്കേണ്ടത് നിയമം അനുശാസിക്കുന്ന രീതിയിൽ മാത്രം പ്രവർത്തിക്കേണ്ട ഒരു പോലീസ് വിഭാഗമാണത്. അപ്പോൾ അതിനാവശ്യമുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കൊന്നുമില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഈ 56,000 വരുന്ന പോലീസുകാരിൽ എത്ര പേരുണ്ടാവും? ഞാൻ പറഞ്ഞ ഒരു 2% അല്ലെ ഏറി വരുന്ന 5% ഉണ്ടാവും. ഈ 5% വെച്ച് 95% തമ്മിൽ അളക്കാൻ പാടില്ല. ഈ 5% ആരെ എന്ന് കണ്ടുപിടിക്കുന്നതിന് അവരെ ഇതേ രീതിയിലുള്ള പ്രവൃത്തിയിൽ നിന്ന് മാറ്റാൻ ശക്തമായ നടപടി ആർക്ക് പുറത്തുനിന്ന് എടുക്കാൻ പറ്റുമോ? പറ്റില്ല. അത് പോലീസിനുള്ളിലെ ഉദ്യോഗസ്ഥന്മാർക്ക് തന്നെ അതെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങളിലും ഇടപെടുമ്പോൾ അതിന് ഫലപ്രദമായ മേൽനോട്ടം വഹിക്കുന്ന ഒരു സംവിധാനം തീർച്ചയായിട്ടും ഉണ്ടാവണം. ആ മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തം ഏൽക്കണം. ഉത്തരവാദിത്തം ഏൽക്കാനുള്ള വൈമനസ്യമാണ് ഇതേമാതിരിയുള്ള അമാന്തങ്ങളിൽ പോയി ചാടുന്നത്. അതുകൊണ്ട് എന്ത് പ്രശ്നം താഴെയുള്ള ഉദ്യോഗസ്ഥൻ ചെയ്താൽ അതിൻ്റെ ഉത്തരവാദിത്തം എനിക്ക് കൂടിയുണ്ട്. നല്ലത് വന്നാൽ എനിക്ക് ഉത്തരവാദിത്തം, മോശം വന്നാൽ മറ്റവൻ്റെ തലയിലേക്ക് വെച്ച് കൊടുക്കുക. അത് ശരിയല്ല. അപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ സസ്പെൻഷൻ ഉണ്ടായ 3 പോലീസുകാരെ സസ്പെൻഡ് ചെയ്ത് ഞാൻ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് ഞാൻ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ 3 പോലീസ് ഉദ്യോഗസ്ഥന്മാർ സ്വന്തമായിട്ട് ചെയ്യാൻ കേരള പോലീസിൽ അങ്ങനൊരു നിയമമില്ല. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ എന്തുകൊണ്ട് അവരെ മാത്രം സസ്പെൻഡ് ചെയ്തു? അവരെ നിയോഗിച്ച ആൾ അല്ലെ അവരെ ആരുടെ കൂടെ സഹായത്തിന് പോയി? സഹായത്തിന് മാത്രമേ പറ്റുള്ളൂ. നേരിട്ട് നിയമം കയ്യിലെടുത്ത് നടപടി സ്വീകരിക്കാനുള്ള അധികാരം അവർക്കില്ല. അപ്പോൾ അവരെ നടപടി അങ്ങനെ അവരെ പിടിച്ചുകൊണ്ട് സ്പെഷ്യൽ സ്ക്വാഡാണ്, അങ്ങനെയല്ലേ? അല്ല, ഏത് സ്പെഷ്യൽ സ്ക്വാഡായാലും ആ സ്പെഷ്യൽ സ്ക്വാഡിൻ്റെ ചാർജിലുള്ള ഉദ്യോഗസ്ഥനാണ് അതിൻ്റെ പ്രാഥമിക ഉത്തരവാദിത്വം. ആ പ്രാഥമിക ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയില്ലേ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവ്വ ശ്രമമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അതെന്തായാലും ശരി, ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനോവീര്യം കെടുമെന്നുള്ള യാതൊരു സംശയമില്ല. കാരണം അവർ സ്വന്തമായിട്ട് ചെയ്തതല്ല, അവരെ കൊണ്ട് ചെയ്യിച്ചതാണ്. അവരെ കൊണ്ട് ചുടുചോറ് മാന്തിച്ചതിന് ശേഷം മാറി നിന്ന് ചിരിക്കുക എന്ന് പറയുന്ന ഒരവസ്ഥയാണ് ഞാൻ കണ്ടത്. എനിക്കത് തീരെ അത്ര ഒരു ആശാസ്യമായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒരു കൂട്ടുത്തരവാദിത്വത്തോടു കൂടി ഇത് ഗവൺമെൻറ്റിന് എന്തുണ്ടായാലും ശരി, പോലീസിൻ്റെ ദുഷ്ചെയ്തികൾ ഗവൺമെൻറ്റിന് എന്തായാലും ശരി വളരെ ശക്തമായ രീതിയിൽ ഗവൺമെൻറ്റിനെ തിരിച്ചടിക്കാൻ പോകുന്നത്. അതുകൊണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ് നിതിൻ, ഗവൺമെൻറ്റിനെ ബാധിക്കുന്ന കാര്യമാണ്. പോലീസ് എന്തു ചെയ്താലും പോലീസ് എല്ലാ കാലത്തും അങ്ങനെയാണ് എന്ന് പറഞ്ഞ് കൈ കഴുകാൻ കഴിയില്ല. അങ്ങനെ എല്ലാ കാലത്തും അങ്ങനെയാണെങ്കിൽ അത് പരിഹരിക്കാനാണ് നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളത്. നിങ്ങളുടെ നേതാക്കൾ പോലീസിൽ നിന്ന് നല്ലവണ്ണം ദുരനുഭവങ്ങൾ നേടിയിട്ടുള്ളവരാണ്. പോലീസ് ഒരു മർദ്ദനോപകരണമാണ് എന്ന വാചകം എല്ലായ്പ്പോഴും ഉപയോഗിക്കുന്നത് നിങ്ങളാണ്. നമുക്ക് വിടാം. നോക്കൂ, ഇത് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതുപോലെ SP-യുടെ സ്പെഷ്യൽ സ്ക്വാഡിൽപ്പെട്ട ആളുകളാണ് വന്ന് ഈ മനുഷ്യനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ആ പീഡനത്തിൻ്റെ ഉത്തരവാദികൾ അവരാണ്. ഇവിടെ ഒരു ലോക്കൽ പോലീസ് അന്വേഷിക്കുന്ന കേസിൽ അങ്ങനെ ഒരു സംഘം വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്നത് പോലുമുണ്ട് അസാധാരണത്വം. അപ്പോൾ ഈ കേസിൽ നടപടിയെടുത്തു എന്ന് അവകാശപ്പെടുന്ന നിങ്ങൾ സത്യത്തിൽ അർഹരായ എല്ലാവർക്കുമെതിരെ നടപടിയെടുത്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നതാണ് ഉത്തരം.
നോക്കൂ, CPIM-ൻ്റെയോ അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രിയോ മറ്റോ വന്ന് ഈ കാര്യത്തിൽ കർശനമായ നടപടിയെടുത്തു പോകുമെന്ന് ഈ മിനിറ്റിലും പറഞ്ഞിട്ടില്ല. ആകെ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായി DGP-യോ ആലുവ റൂറൽ SP-യോ മാത്രമാണ് സംസാരിച്ചിട്ടുള്ളത്. ഇത്രമേൽ ഭീതിതമായ ഒരു സാഹചര്യം പോലീസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവിടെ നിലനിൽക്കുമ്പോൾ ഉത്തരവാദിത്തോടെ സംസാരിക്കാൻ ഒരു രാഷ്ട്രീയ നേതാവിനെയും സർക്കാരിൻ്റെ ഭാഗമായി കണ്ടിട്ടില്ല. ഇപ്പോൾ ഈ മിനിറ്റിൽ കോടിയേരി ബാലകൃഷ്ണൻ ഇപ്പോൾ വൈകി സംസാരിച്ചിട്ടുണ്ട്. ഈ കാര്യത്തിൽ നടപടിയെടുക്കുന്ന കാര്യത്തിലും പൂർണ്ണമായും അർഹരായ എല്ലാവരിലേക്കും നടപടി പോയിട്ടില്ല എന്ന് മാത്രമല്ല, ഉത്തരവാദിത്വത്തോടു കൂടി ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ ആരും വന്നിട്ടില്ല എന്നതുകൂടി ഒരു പ്രശ്നമായി എടുക്കുകയാണ്. ആ പരാമർശം ശരിയാണെന്ന് തോന്നുന്നില്ല. സർക്കാരിൻ്റെ ഉത്തരവാദിത്തത്തോടുകൂടി തന്നെയാണ് CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ഈ കാര്യത്തിൽ അദ്ദേഹത്തിന് വളരെ പാർട്ടിയുടെയും സർക്കാർ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് വളരെ കർശനമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ വാദത്തിലേക്ക് പോവുകയല്ല. ഞാൻ സൂചിപ്പിച്ചത് ഇവിടെ സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളെ കാണാതിരുന്നു കൊണ്ട് ചർച്ച ചെയ്യുന്നത് ഈ പ്രശ്നത്തെ നമ്മളൊരു ശരിയായ വിധത്തിൽ സമീപിക്കുന്നു എന്ന അഭിപ്രായം എനിക്കില്ല. നിങ്ങൾ നോക്കൂ, ഇവിടെ ഒരു വിഷയമുണ്ടായപ്പോൾ ആ വിഷയത്തിൽ സർക്കാർ എന്ത് ചെയ്യുന്നു എന്നുള്ളത്, യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ ആരാണോ കുറ്റക്കാർ ആ കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകണം. ഈ ഏതെങ്കിലും വന്ന ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ എടുത്തുചാടി ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെതിരെയോ കുറച്ച് പോലീസുകാർക്കെതിരെയോ നടപടിയെടുക്കലല്ല. യഥാർത്ഥത്തിൽ ഇത് ആരാണോ ഈ ശ്രീജിത്തിന് കസ്റ്റഡിയിൽ മർദ്ദനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആരാണ് മർദ്ദിച്ചത് അവർക്കെതിരായി നടപടി ഉണ്ടാകണം. അതിനുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ഒരു സംശയവും വേണ്ട, ആ നടപടി ഉണ്ടാകും. ശ്രീജിത്തിന് നീതി കിട്ടുകയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നീതി കിട്ടുകയും ചെയ്യും. പിന്നെ ഇവിടെ രാഷ്ട്രീയമായി ശ്രീ ഡീൻ കുര്യാക്കോസ് പറഞ്ഞത് കേരളത്തിൽ LDF-ൻ്റെ കാലത്ത് പോലീസിൻ്റെ, എൻ്റെ ഡീൻ കുര്യാക്കോസെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ശിവഗിരിയിൽ കയറി പോലീസ് സന്യാസിമാരെ ആക്രമിച്ചത് ആരുടെ കാലത്താണ്? പള്ളിയിലച്ചന്മാരെ ഈ കേരളത്തിൽ കോട്ടയം ജില്ലയിലും എറണാകുളത്തും കയറി അടിച്ചത് ആരുടെ കാലത്താണ്? അങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ ഞാൻ അങ്ങനെ പറഞ്ഞു പോവുകയല്ല. നിങ്ങൾ അങ്ങനെ രാഷ്ട്രീയമായിട്ടാണ് ഇതിനെ കാണാൻ ശ്രമിക്കുന്നതെങ്കിൽ ഒരുപാട് മറുപടികൾ ഞാൻ പറയാം. ഞാനത് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കാത്തത് അങ്ങനെ ഈ ചർച്ച കൊണ്ടുപോയത് കൊണ്ട് കാര്യമുണ്ട് എന്ന് തോന്നാത്തത് കൊണ്ടാണ്. നിങ്ങൾ പറയൂ, കൃത്യമായി ഡാറ്റ വെച്ച് നിങ്ങൾ പറഞ്ഞോളൂ. 2 വർഷം പിണറായി സർക്കാർ ഇത്ര കാലം എത്തുമ്പോൾ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പൊതുവിൽ നമ്മുടെ രാജ്യത്തിനകത്തുള്ള ഒരു പോലീസ് സംവിധാനത്തിനകത്ത് ഉണ്ടാകുന്ന അത്രയും പ്രശ്നങ്ങൾ ഇല്ലാത്ത ഒരു നാടാണ് കേരളം. എങ്കിലും കേരളത്തിൽ ഉണ്ടാകുന്നുണ്ട്. 1,00,000-ലധികം പോലീസുകാരും ഉദ്യോഗസ്ഥന്മാരും എല്ലാമുള്ള ഒരു നാടിനകത്ത് സ്വാഭാവികമായും അതിൽ പുഴുക്കുത്തുകൾ ഉണ്ടാകാം. 500-ഓ 1000-ഓ ആളുകൾ പോലീസുകാർ കുഴപ്പക്കാരുണ്ടാകാം, അഴിമതിക്കാരുണ്ടാകാം, ആളുകളോട് മാന്യമായി പെരുമാറാത്തവരുണ്ടാകാം, ആളുകളെ ടോർച്ചർ ചെയ്യുന്നവരുണ്ടാകാം. എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. ഏറ്റവും അവസാനമായി വിവരാവകാശ രേഖ പ്രകാരം പോലീസിനകത്ത് ക്രിമിനലുകളുടെ എണ്ണം പോലും പുറത്തു വന്നിട്ടുണ്ട്. 20 മാസം നിങ്ങൾ പിന്നിടുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഇങ്ങനെ പോലീസിന്റെ ക്രിമിനലുകളുടെ കണക്കുണ്ട് എന്ന് പറയുന്നു. നിങ്ങളുടെ പാർട്ടി സമ്മേളനത്തിൽ പോലീസിൽ RSSകാരുണ്ട്, അവർ അജണ്ട നടപ്പിലാക്കുന്നു എന്ന് പറയുന്നു. ഇങ്ങനെ പരിഭവപ്പെടാനാണോ നിങ്ങളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. മറ്റെല്ലാ കാലത്തെയും സർക്കാരുകളുടെ കാലത്ത് പോലീസിൽ കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു എന്ന താരതമ്യ പഠനത്തിനല്ല നിങ്ങൾക്ക് അധികാരത്തിന്റെ ചെങ്കോൽ തന്നിരിക്കുന്നത്. മറിച്ച് എല്ലാ കാലത്തും മറ്റു സർക്കാരുകളുടെ കാലത്തുണ്ടായിരുന്ന കുഴപ്പങ്ങൾ ഇല്ലായ്മ ചെയ്യുമെന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിതിൻ. അത് ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, കർശനമായ നടപടി ഉണ്ടാവുമെന്ന് താങ്കൾ പറയുന്നു. കർശനമായ നടപടി ഉണ്ടായ ഒരു സംഭവം താങ്കൾക്ക് പറയാമോ? 16 കസ്റ്റഡി മരണങ്ങൾ ഉണ്ടായി. ഇതിനിടയ്ക്ക് പോലീസ് മാരകമായി പീഡിപ്പിച്ച കേസുകൾ വേറെ ഉണ്ടായി. RSSകാർ റോഡിൽ പേക്കൂത്ത് നടത്തുമ്പോൾ നോക്കി നിന്ന ചരിത്രം പോലും ഉണ്ടായി. നിങ്ങളുടെ സർക്കാർ എങ്ങനെയാണ് പോലീസിനെ ഭരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന മെസ്സേജ് ഓരോ പോലീസുകാരനും കൊടുക്കുന്നതിൽ സമ്പൂർണ്ണമായ പരാജയമാണ് നിതിൻ. അല്ലെങ്കിൽ ഇതിങ്ങനെ ആവർത്തിക്കപ്പെടില്ല 20-ാം മാസത്തിലും. എന്നിട്ട് നിങ്ങൾ പഴയ സർക്കാരിൻ്റെ കണക്ക് പറയുകയാണ്. എങ്കിൽ പഴയ സർക്കാരിൻ്റെ കാലത്തെ അഴിമതിയും പഴയ സർക്കാരിൻ്റെ കാലത്ത് നിങ്ങൾ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഭരണപരമായ പിഴവുകളും ആവർത്തിക്കൂ. എന്നിട്ട് ഈ ന്യായം പറഞ്ഞാൽ മതിയല്ലോ, ഈ താരതമ്യ പഠനം മതിയല്ലോ. ശ്രീ നിഷാദ്, ന്യൂസ് റൂമിലിരുന്ന് ചർച്ച ചെയ്യുന്നത് പോലെ എളുപ്പമല്ല ഒരു പോലീസുകാരനെതിരായി, ഏതൊരു പോലീസുകാരെന്നല്ല, കേരളത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരായി നടപടിയെടുക്കണമെങ്കിലും എന്ത് നിലപാടെടുക്കണമെങ്കിലും അതിന് നാട്ടിലൊരു സർവീസ് ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ ഉണ്ട്. അതനുസരിച്ച് ഒരു സർക്കാരിന് പ്രവർത്തിക്കാനാവൂ, ഒരു സർക്കാരിന് മുന്നോട്ട് പോകാനാകൂ. അത് സർക്കാർ ചെയ്യുന്നുണ്ട്. കുറ്റക്കാരായി അല്ലെങ്കിൽ ഇത്തരം അങ്ങനെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പരമമായ ശിക്ഷ നേടിക്കൊടുത്ത ഒരു കേസുണ്ടോ? ഇല്ല. എല്ലാം അട്ടിമറിക്കപ്പെട്ടതേ നമ്മുടെ മുൻപിലുള്ളൂ. ലഘുവായതും നാമമാത്രമായ നടപടിയെടുത്ത് പോയി കണ്ണിൽ പൊടിയിട്ട ചരിത്രമേ ഉള്ളൂ. നിങ്ങളുണ്ടല്ലോ, നിങ്ങൾ 20 മാസമായ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് പറയൂ. ഒരു മാതൃകാപരമായ നടപടി പറയൂ. പോലീസ് ഈ പേക്കൂത്ത് തുടരുകയാണ്. കേരളത്തിനകത്ത് 14 വർഷം മുമ്പുണ്ടായ ഒരു കസ്റ്റഡി മരണത്തിന്റെ വിധി ഈ അടുത്ത കാലത്താണ് വന്നത്.
അത് നമ്മുടെ നിയമ സംവിധാനത്തിന്റെ കുഴപ്പമാണ്. 10ഉം 20ഉം വർഷം നീണ്ടു നിൽക്കുന്ന നിലയിൽ കേസുകൾ നടത്തിക്കൊണ്ടുപോകുന്നു. ഒരു കേസുണ്ടായാൽ ആ അന്വേഷണം നടന്നുകൊണ്ടുപോകുന്നു. നിങ്ങൾ കേരള പോലീസ് ആകെ കുഴപ്പമാണെന്ന് പറഞ്ഞാൽ അതൊന്നും അംഗീകരിച്ചു തരാൻ കഴിയില്ല. ഇന്ത്യയിൽ ഏറ്റവും നല്ല സേനയും ഏറ്റവും നന്നായി കുറ്റാന്വേഷണം നടത്തുകയും നിയമ സംവിധാനം നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു സൈന്യമാണ് അല്ലെങ്കിൽ ഒരു സേനയാണ് ഈ കേരള പോലീസ്. അതിന്റെ ക്രെഡിറ്റ് നിങ്ങൾ ഒറ്റക്കെടുക്കരുത്. അത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും അങ്ങനെയാണ്. ഇവിടുത്തെ സാമൂഹ്യ വ്യവസ്ഥയും അത്തരം കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നുമുണ്ട്. നോക്കൂ, ഞാനല്ല എന്ന് പറഞ്ഞില്ല. കേരളത്തിന്റെ പോലീസ് സംവിധാനം ആകെ കുഴപ്പമാണ് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു തരാനാവില്ല. പക്ഷേ എങ്ങനെ ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ പോലീസിനകത്ത് എല്ലാ കാലത്തും കുഴപ്പമുണ്ട്. പക്ഷെ നിരന്തരമായി ഇത്തരം ക്രൂരത ആവർത്തിക്കപ്പെടുക എന്ന് പറയുമ്പോൾ ബിഹേവ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഈ സർക്കാരിന്റെ കാലത്ത് പോലീസ് സേന എങ്ങനെ ആയിരിക്കണം എന്ന കാര്യത്തിൽ നിങ്ങൾ വിഭാവനം ചെയ്യുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് ഫലപ്രദമാക്കാൻ, അത് പോലീസിനെ കൊണ്ട് പ്രവർത്തിപ്പിക്കാൻ കഴിയാത്തത് ആരുടെ ഇച്ഛാശക്തിയുടെ വീഴ്ചയാണ് നിതിൻ? ഇപ്പോൾ ഉണ്ടായതിനു ശേഷം നടപടിയെടുക്കുന്നതിന് നമുക്ക് ഭരണപരമായ സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയാൻ തടസ്സങ്ങളുണ്ട്. പക്ഷെ ഉണ്ടാവാതിരിക്കാൻ, അച്ചടക്കത്തോടെ പെരുമാറാൻ, ഞങ്ങൾ ചെയ്യുന്നതിന് സർക്കാർ ഉത്തരം പറയേണ്ടി വരുമെന്ന പേടിയോടെ പ്രവർത്തിക്കാൻ പോലീസുകാരന് തോന്നുന്നില്ല ഇവിടെ. അതിൻ്റെ കാരണം ഞങ്ങൾക്കൊരു നാഥനില്ല എന്ന അവരുടെ ബോധമാണ്. നിഷാദെ, 50,000-ത്തിലധികം പോലീസുകാരും ഉദ്യോഗസ്ഥരുമുള്ള കേരളത്തിനകത്ത് ആ നാഥനുള്ളത് കൊണ്ടാണ് കേരളത്തിനകത്ത് പോലീസ് സംവിധാനം നന്നായി നിൽക്കുന്നത്. ഇത്തരത്തിൽ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഞാൻ നിഷേധിക്കുന്നില്ല, ആ കുറ്റക്കാരൻ ന്യായീകരിക്കുന്നില്ല, അവരാരെയും സംരക്ഷിക്കുന്ന നിലപാട് ഈ സർക്കാർ എടുത്തിട്ടില്ല. പക്ഷേ നിങ്ങൾ ഈ 50,000 പോലീസുകാരും ഈ കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനും ഇങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് കുറച്ച് കഷ്ടമാണ് നിഷാദ്. അങ്ങനെ ചർച്ച കൊണ്ടുവരും. നിങ്ങൾ കൃത്യമായി ഡാറ്റ വെച്ച് പറഞ്ഞോളുക, ഇന്ന കാലത്തിനിടയിൽ ഇത്ര പ്രശ്നമുണ്ടായി, ഇന്ന വിഷയത്തിൽ ഇന്ന അന്വേഷണം നടന്നില്ല, ഇന്ന നിലയിൽ സ്പെസിഫിക്കായി പറഞ്ഞാൽ ഞാൻ ആ ചർച്ചയ്ക്ക് തയ്യാറാണ്. പക്ഷേ എല്ലാം കേരളത്തിലെ പോലീസ് ആകെ കുഴപ്പമാണ് എന്ന് പറഞ്ഞ് പോലീസിന്റെ പണി എന്താണ്? ക്രമസമാധാന പാലനം പോലീസിന്റെ പണിയാണ്. കേസുണ്ടായാൽ അന്വേഷിക്കണം, അതൊക്കെയാണ്. അത് സാധാരണ നിലയിൽ നടക്കുന്നതാണ്. അത് പോലീസ് ചെയ്യുന്നുണ്ട് എന്ന് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറയേണ്ടുന്ന ഒരു കാര്യവുമില്ല. ഇവിടെ ഒട്ടനവധി വകുപ്പുകളുണ്ട്, അവരുടെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിരവധിയായ സർക്കാർ വകുപ്പുകളുണ്ട്. അതിലൊന്നാണ് പോലീസ്. അത് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ അത് പാലിക്കപ്പെടാതിരിക്കുമ്പോഴാണ് ചർച്ച ഉണ്ടാവുന്നത്. അത് പാലിക്കപ്പെടാതിരിക്കുമ്പോഴാണ് ആശങ്ക ഉണ്ടാവുന്നത്, ജനത്തിന് പേടി ഉണ്ടാവുന്നത്. അതിന് വലിയ ഗൗരവം തന്നെ ഉണ്ട്. 48,000 പോലീസുകാരും നല്ലവരാണ് എന്നതുകൊണ്ട് 2,000 പേർ ചെയ്യുന്ന അല്ലെങ്കിൽ 20 പേർ ചെയ്യുന്ന കാര്യത്തിന്റെ ഗൗരവം ഒട്ടുമൊട്ടും കുറയുന്നില്ല. മറ്റുള്ളവർ സാധാരണ നിലയിൽ അവരുടെ ജോലി ചെയ്യുന്നു എന്നതൊരു ചർച്ചാ വിഷയമല്ല. ചെയ്യാത്തവർ, ഭീതി ഉണ്ടാക്കുന്നവർ, പൗരനെ തല്ലി എല്ലൊടിക്കുന്നവർ, അത് ഗുരുതരമായ പ്രശ്നമാണ്. നോക്കൂ, നിങ്ങൾ ഈ താരതമ്യ പഠനം നടത്തരുതേ. 50,000 പേരുള്ളതിൽ 30 പേരാണ് കുഴപ്പക്കാർ, ബാക്കി 49,770 പേരും നല്ലവരാണ് എന്ന കണക്കിൽ ഇതിന്റെ ഗൗരവം കുറയില്ല. ശ്രീ നിഷാദ്, ഞാൻ അതല്ല പറഞ്ഞത്. നിങ്ങൾ ഇപ്പോഴും ആകെ കേരളത്തിലെ പോലീസ് സംവിധാനം കുഴപ്പമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ആ ശ്രമത്തെയും ആ ചർച്ച ആ നിലയിലേക്ക് കൊണ്ടുപോകുന്നതിനെയുമാണ് ഞാൻ എതിർക്കുന്നത്. കുറ്റക്കാരായിട്ടുള്ള ആളുകൾ ഇതിനു മുമ്പും ഈ കേസുകളിലെല്ലാം ഇത്തരത്തിൽ കുറ്റാരോപിതരായി കുറ്റം ചെയ്തു എന്ന് തെളിഞ്ഞ എല്ലാവർക്കെതിരെയും കർശനമായ നിലപാടുകളും നടപടികളും ഉണ്ടായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനത്തിൻ്റെയും നീതിന്യായ സംവിധാനത്തിൻ്റെയും ചില പോരായ്മകൾ, കുറവുകളുണ്ട്. 14 കൊല്ലം മുമ്പ് നടന്ന ഒരു കസ്റ്റഡി മരണത്തിൻ്റെ വിധി പ്രഖ്യാപനം വരുന്നത് ഈ അടുത്ത കാലത്താണ്. ഇത്രയും നീണ്ടുപോവുകയാണ്. നിങ്ങൾ പറയുന്ന പോലെ ഒരു പോലീസുകാരനെതിരായി ഒരു അന്വേഷണം ഉണ്ടായി, സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞാൽ യാഥാർത്ഥ്യവുമായിരിക്കണം. ഡീൻ കുര്യാക്കോസ്, നോക്കൂ, നിങ്ങളുടെ സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട് കസ്റ്റഡി മരണം. കേരളത്തെ പിടിച്ചുലച്ച വലിയ സമരമായിരുന്നു ശ്രീജിത്തിന്റെ തിരുവനന്തപുരത്തെ സമരം. ശ്രീജീവിന്റെ മരണം നമുക്കറിയാം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുണ്ടായതാണ്. സർക്കാർ എന്ത് നിലപാട് സ്വീകരിച്ചു എന്ന കാര്യം വലിയ വിമർശനത്തിന് വഴിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിതിൻ ചൂണ്ടിക്കാണിക്കുന്നത് സസ്പെൻഷനെ സർക്കാർ നിവൃത്തിയുള്ളൂ, പിന്നെ അന്വേഷിക്കുന്നതും പോലീസാണ്. എല്ലായ്പ്പോഴും കുറ്റക്കാർക്കെതിരെ കർശനമായ റിപ്പോർട്ട് വന്നുകൊള്ളണമെന്നില്ല. ആ റിപ്പോർട്ടിന്മേലെ നടപടിയെടുക്കാൻ കഴിയൂ. നേരത്തെ മുൻ SP ചൂണ്ടിക്കാണിച്ചതും പോലീസിനകത്ത് ഇടപെടുന്നതിന് പരിമിതി ഉണ്ട് എന്നാണ്. അപ്പോൾ സാധ്യമായ ഇടപെടലുകൾ സർക്കാർ നടത്തുന്നുണ്ട്. അതിനപ്പുറത്തേക്കുണ്ടാവുന്ന കാലതാമസം, എല്ലായ്പ്പോഴും സസ്പെൻഷനിലായവർക്കെതിരെ ഉണ്ടാവാത്ത റിപ്പോർട്ട്, ഇതിനൊന്നും സർക്കാർ ഉത്തരവാദിയല്ല എന്നാണ്. ഈ പറയുന്നതിലൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. ഇപ്പോൾ UDF ഗവൺമെൻറ്റിനെ പഴി പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹം നിതിൻ സൂചിപ്പിച്ചപ്പോൾ UDFിൻ്റെ കാലഘട്ടത്തിൽ നടന്ന ചില ഒറ്റപ്പെട്ട സംഭവങ്ങളെയും അദ്ദേഹം ഉയർത്തി കാണിച്ചു. ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ ആ സംഭവത്തോടുള്ള ഗവൺമെൻറ്റിൻ്റെ സമീപനം, നടപടികൾ, അതുതന്നെയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ കൃത്യമായി കുറ്റക്കാരായിട്ടുള്ള ആളുകളെ
നടപടിയെടുത്തുകൊണ്ട് എന്തിനേറെ പറയുന്നു, ഇപ്പോൾ CPM-ന്റെ സമരങ്ങൾക്കെതിരെ പോലും, സമരങ്ങളുടെ ഇടയിലുള്ള ലാത്തിചാർജ് എന്നൊക്കെ പറഞ്ഞാൽ പലപ്പോഴും പ്രകോപനത്തിൻ്റെ ഭാഗമായിട്ടാണ്, അതിനെതിരെ പോലും ആക്രമണം അഴിച്ചുവിട്ട പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ UDF ഭരണകാലത്ത് നടപടിയെടുത്തിട്ടുണ്ട് എന്നുള്ളത് മാതൃകാപരമായി ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് സാധിക്കും, ആധികാരികമായി ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് സാധിക്കും. അതല്ല ഇവിടെ വിഷയം. ഇവിടുത്തെ പ്രശ്നം എന്താ? ഞാനിപ്പോൾ ഒരു 1-2 ഉദാഹരണം പറയാം. ഇപ്പോൾ ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ നേമം അസംബ്ലി നിയോജക മണ്ഡലം പ്രസിഡന്റ്. അയാളെ മൃഗീയമായി നേമം പോലീസ് സ്റ്റേഷനിൽ വെച്ച്, അവിടുത്തെ പോലീസ് CA ആണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ, എന്ന് വെച്ചാൽ മൃതപ്രായനാക്കി അടിച്ചില്ലായ്മപ്പെടുത്തി. ഇപ്പോൾ ശ്രീജിത്തിന് സംഭവിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ, മരണം സംഭവിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത്രമാത്രം ദാരുണമായ ഒരു സംഭവം അവിടെ ഉണ്ടായി. എന്തോ സമ്പത്ത് എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പേരെന്നാണ് എനിക്ക് ആ പോലീസ് ഓഫീസറുടെ പേര് ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല. ഏതായാലും അന്ന് നിയമസഭ കൂടിക്കൊണ്ടിരുന്ന ഒരു സമയമാണ്. പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ആ പോലീസ് ഓഫീസറെ സസ്പെൻഡ് ചെയ്തു എന്നാണ് നിയമസഭയിൽ വെളിപ്പെടുത്തിയത്. പക്ഷേ ഇന്നിപ്പോൾ ഒന്ന് അന്വേഷിച്ച് നോക്കണം, അതേ പോലീസ് ഓഫീസർ അതേ പോലീസ് സ്റ്റേഷനിൽ ഇതേപോലെ തന്നെ രാഷ്ട്രീയ പ്രതിയോഗികളെ മുഴുവൻ അവിടുത്തെ CPM നേതൃത്വത്തിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് വകവരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ സസ്പെൻഷനിൽ പോയ അതേ ഓഫീസറെ അതേ സ്റ്റേഷനിൽ വച്ചു വാടിച്ച് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ മുൻപോട്ട് പോയാൽ പിന്നെ എന്താണ് ഇവിടെ ഈ നാട്ടിൽ നടക്കുക? ഇപ്പോൾ എൻ്റെ നാടായ തൊടുപുഴയിൽ അവിടെ ഒരു സർക്കിൾ ഇൻസ്പെക്ടറുണ്ട്, ശ്രീമോൻ എന്നാണ് അയാളുടെ പേര്. അയാൾക്കെതിരെ ഈ നാട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രമാത്രം CPM-ന്റെ പ്രാദേശികമായിട്ടുള്ള ആളുകൾ പോലും അയാളെ അംഗീകരിക്കുന്നില്ല. ഇതാണ് യഥാർത്ഥ സത്യം. എത്രയോ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെടെ അദ്ദേഹം നടത്തിയിട്ടുള്ള വഴിവിട്ട ഇടപെടലുകൾ ഉൾപ്പെടെ പ്രതിയോഗികളെ, ഞങ്ങളുടെ KSUക്കാരെ യൂത്ത് കോൺഗ്രസ്സുകാരെ ഒക്കെ ആക്രമിച്ചില്ലാതാക്കി. ഒരിക്കലും ആ സ്റ്റേഷനിൽ തുടരാൻ ഉള്ള യോഗ്യത അദ്ദേഹത്തിനില്ല. പക്ഷേ ഇപ്പോഴും അന്വേഷിച്ചു നോക്കൂ, അവിടെ ഇപ്പോഴും വർഷങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ച സമീപനം. ഈ സമീപനം എന്ന് പറയുന്നത് CPM നേതൃത്വത്തിന്റെ സമീപനമാണ്. ഇവിടെ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ആദ്യ കാലഘട്ടത്തിൽ കൊച്ചിയിൽ കളമശ്ശേരിയിൽ അവിടെ ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈനുമായി ബന്ധപ്പെട്ട ഒരു ആക്ഷേപം ഉണ്ടായി. ഒരു ഗുണ്ട പോലീസ് സ്റ്റേഷനിൽ കയറിയിരുന്ന് പരസ്യമായി അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. TV ചാനലുകളുടെ മുൻപിൽ അദ്ദേഹത്തിന്റെ ഭരണം, ആ ഗുണ്ടയുടെ ഭരണം ലോകം മുഴുവൻ നമ്മൾ കണ്ടു. എന്ത് നടപടിയാണ് ഉണ്ടായത്? അപ്പൊ ഈ നിലയിൽ CPM നേതാക്കന്മാരുടെ താല്പര്യമനുസരിച്ച് ഗുണ്ടകൾക്കും ക്രിമിനലുകൾക്കും പോലീസ് സ്റ്റേഷൻ ഭരിക്കാൻ പാകത്തിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയ ഗവൺമെന്റാണ് പിണറായി വിജയൻ സർക്കാർ. അതിനെയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതിന്റെ പേരിലാണ് ഇവിടെ ശ്രീജിത്ത് മരിക്കപ്പെടുന്നത്. താങ്കൾ പറയുന്നത്, താങ്കൾ ആക്ഷേപിക്കുന്നത് ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭരണപരമായ മികവിന്റെ പ്രശ്നമല്ല, ഇത് ആസൂത്രിതമായി സേനയെ എങ്ങനെ ഉപയോഗപ്പെടുത്തുകയാണ് എന്നാണ് ഒരു പോയിന്റ്. അതായത് കൊടും ക്രിമിനലുകളായിട്ടുള്ള ആളുകളെ നമ്മൾ ഈ കാര്യം പറയുമ്പോൾ ജയിലുകളെ കുറിച്ച് കൂടി ചർച്ച ചെയ്യണം. ഇഷാദെ, കേരളത്തിന്റെ ജയിലുകളിൽ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇടതുപക്ഷ ഭരണത്തിൽ നല്ല കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കേരള മുഴുവൻ എന്താ പറയുക, സെൻട്രൽ ജയിലുകളിലും പാർട്ടി ഗ്രാമങ്ങൾ. ഇതൊരു ജനാധിപത്യ ഗവൺമെന്റാണ്. കേരളം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് രീതിയിൽ അഭിമാനിക്കുന്നത്? ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്യുന്ന വേദിയായി ജയിലുകൾ മാറിക്കഴിഞ്ഞില്ലേ? ഇവിടെ ഷുഹൈബിനെ വധിച്ചവർ ഉൾപ്പെടെയുള്ള ആളുകൾ, അല്ലെങ്കിൽ ആ കൊലപാതകം ആസൂത്രണം ചെയ്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജയിലിൽ വെച്ചാണ് സംഭവിച്ചത്. അപ്പൊ ഇവിടെ ഒരു സിസ്റ്റത്തെ പൂർണ്ണമാക്കി ക്രിമിനൽ വൽക്കരിച്ച്, രാഷ്ട്രീയവൽക്കരിച്ച്, ഭരണ നേതൃത്വത്തിന്റെ എന്താ പറയുക, എല്ലാ തരത്തിലുമുള്ള കൂലി തൊഴിലാളികളാക്കി മാറ്റിയതിന്റെ പരിണിത ഫലമാണ് നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല എന്നാണ് താങ്കൾ പറയുന്നത്. NP ചെക്കുട്ടി, ഇതിപ്പോ 20 മാസം പിന്നിടുന്നു. ഞാൻ വരാം സുനിതിന് കാണിച്ചുവരി. NP ചെക്കുട്ടി, ഇപ്പോൾ ഇവിടെ നോക്കൂ, 20 മാസം പിന്നിട്ടിരിക്കുന്നു. പോലീസ് ഇങ്ങനെ ചലിക്കുകയാണ്. പോലീസിനകത്ത് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി ചെയ്യുന്നുണ്ട് എന്നതാണ് ഈ കാര്യത്തിലുള്ള CPM നേതൃത്വത്തിൻ്റെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തിരുത്തു പ്രതീക്ഷിക്കേണ്ടതില്ല, അല്ലെങ്കിൽ പോലീസിൻ്റെ കാര്യത്തിലെങ്കിലും ഭരണപരമായ ഇടപെടലിൻ്റെ പരിമിതിയുണ്ട് എന്ന അസസ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സ്വയം വിലയിരുത്തൽ, അതിൻ്റെ ഭാഗമായുള്ള ആകെയുള്ള മാറ്റം എന്നിവയൊന്നും നമ്മളിപ്പോൾ സ്വപ്നം കാണേണ്ടതില്ല എന്നാണോ? യഥാർത്ഥത്തിൽ നമ്മൾ ഈ സർക്കാർ വന്നതിന് ശേഷം വിവിധ വകുപ്പുകളുടെ പെർഫോമൻസിനെ കുറിച്ച് പരിശോധിക്കുമ്പോൾ ധാരാളം വകുപ്പുകളുണ്ട്. അതിലൊരു വകുപ്പാണ് പോലീസ് വകുപ്പ്. യഥാർത്ഥത്തിൽ ഒരു തവണയെങ്കിലും CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്നിട്ട് പോലീസ് വകുപ്പിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പരസ്യമായിട്ട് തന്നെ ആലോചിച്ചിരുന്നു. അതിനുശേഷമാണ് MV ജയരാജനെ പിന്നെ പോലീസിൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് കൊണ്ടുവന്നു. കുറേ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചു. യഥാർത്ഥത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് പോലീസിനെ രാഷ്ട്രീയമായിട്ട് കൃത്യമായ ശരിയായ ദിശയിൽ നയിക്കുന്നതിന് മുഖ്യമന്ത്രിക്ക് സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ്.
മുഖ്യമന്ത്രി അദ്ദേഹത്തെ ഒന്നാമത്തെ കാര്യം എന്തിനാ ഈ മുഖ്യമന്ത്രി തന്നെ ഈ പോലീസ് വകുപ്പ് ഏറ്റെടുക്കുന്നത്? ഇത് ഏത് കാലത്ത് തുടങ്ങിയാണ്? കരുണാകരന് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പിന്നെ ചായ കൊണ്ടുവരാനും പൂജാദ്രവ്യങ്ങൾ കൊണ്ടുവരാനും പോലീസുകാർ ഉപയോഗിച്ചിരുന്നു. അക്കാലത്തിന് ശേഷം ഇത് ചില ആളുകൾ മാത്രം ഈ പോലീസ് ഉദ്യോഗസ്ഥരെ സ്വന്തം വീട്ടിൽ അടിമപ്പണിക്കൊക്കെ ഏൽപ്പിക്കുന്ന രൂപത്തിൽ കൊണ്ടുവന്ന ഒരു പാരമ്പര്യം എന്തിനാണ് ഈ ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ടി സർക്കാർ ഏറ്റെടുക്കുന്നത്? പിണറായി വിജയൻ പോലീസ് വകുപ്പിന് നേരിട്ടുള്ള ചുമതല വേണ്ടി അതിന് കൊടുക്കാൻ പൂർണ്ണമായ സമയം കൊടുക്കാൻ കഴിവുള്ള ഒരാളെ വെച്ച് കഴിഞ്ഞാൽ കുറെ കൂടി ജാഗ്രതയോടുകൂടി ഈ വകുപ്പിനെ കൊണ്ടുപോകാൻ കഴിയും. അതാണ് കഴിഞ്ഞ തവണ നടന്നത്. കഴിഞ്ഞ തവണ VS അച്യുതാനന്ദൻ ഭരിക്കുന്ന സമയത്ത് കോടിയേരി ബാലകൃഷ്ണനാണ് യഥാർത്ഥത്തിൽ ആ വകുപ്പ് കൈകാര്യം ചെയ്തത്. ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്ത് രമേശ് ചെന്നിത്തലയും തിരുവഞ്ചൂരും യഥാർത്ഥത്തിൽ പോലീസ് വകുപ്പിനെ സംബന്ധിച്ചിട്ടുള്ള അതിന് ഡയറക്റ്റായിട്ട് നിരന്തരമായി ശ്രദ്ധ വേണം. ഓരോ സമയത്തും അതിന്റെ കാര്യങ്ങളിൽ കൃത്യമായിട്ട് ഇടപെടൽ വേണം. അത് ചെയ്യാനുള്ള സംവിധാനമോ സമയമോ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി അത്തരത്തിലുള്ള മാറ്റം വേണമെന്നാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. സമയപരിമിതിയുണ്ട്. നിതിൻ കാണിച്ചേരി, ഏറ്റവും അവസാനമായി താങ്കൾ പറയൂ, ഇവിടെ ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന പല കേസുകളിലും ചെയ്തിട്ടുള്ളത് പോലെ പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അവർ സസ്പെൻഷനിൽ നിൽക്കും, കുറെ കഴിയുമ്പോൾ അന്വേഷണ റിപ്പോർട്ട് വരും, വന്നാലായി, ഇല്ലെങ്കിൽ അവർ എന്താ പറയുക അവരുടെ സർവീസിലേക്ക് തിരിച്ചു വരും. അതിനപ്പുറമൊന്നും ഈ കാര്യത്തിൽ ചെയ്യാനില്ല എന്നതാണോ നിങ്ങളുടെ ലൈൻ? അല്ല, അങ്ങനെയല്ല. ഞാൻ ആ കാര്യങ്ങൾ ഒന്ന് പറയാം. അതിനു മുമ്പ് ശ്രീ ഡീൻ കുര്യാക്കോസ് പറഞ്ഞ കാര്യങ്ങൾ ചെറുതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾക്കൊന്ന് മറുപടി പറഞ്ഞു പോകണമെന്ന്. അദ്ദേഹം കേരളത്തിലെ പോലീസിന്റെ ക്രിമിനൽവൽക്കരണത്തെക്കുറിച്ചും ഈ കാലത്തിന്റെ LDF സർക്കാരിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ശ്രീ സലീം രാജ് എന്ന് പറയുന്ന ഒരു പേര് ശ്രീ ഡീൻ കുര്യാക്കോസ് മറന്നിട്ടുണ്ടാകില്ല എന്നാണ് തോന്നുന്നത്. അദ്ദേഹം ഒരു പോലീസുകാരനായിരുന്നു. ദീർഘകാലം ഉമ്മൻചാണ്ടിയുടെ കാറിന്റെ മുൻ സീറ്റിലാണ് ഇരുന്നത്. അതുകൂടി ഒന്ന് മനസ്സിലാക്കണം. അതുകൂടി താങ്കളൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം ചർച്ച ചെയ്യുമ്പോൾ അത്ര കാര്യങ്ങൾ കൂടി ഒന്ന് പറയാം. താങ്കൾ പറഞ്ഞോ? താങ്കൾ പറഞ്ഞത് ഞാൻ പറഞ്ഞോളൂ. പറഞ്ഞോളൂ. ഈ പോലീസ് യൂത്ത് കോൺഗ്രസുകാർ കുഴപ്പം ചെയ്താൽ പോലീസ് സ്റ്റേഷനിൽ ചിലപ്പോൾ പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടി വരും. അതെല്ലാം നിങ്ങൾ അതെല്ലാം കൂടി ചേർത്ത് ആകെ തൊടുപുഴയിലെ പോലീസ് സ്റ്റേഷനും നേമത്തെ പോലീസ് സ്റ്റേഷനും എല്ലാം പറയുകയാണെങ്കിൽ ഞാനും പറയാം എന്ന് പറയാൻ വേണ്ടി ഞാനത് പറഞ്ഞതാണ്. ഓരോ പോലീസുകാരന്റെയും പേരെടുത്ത് പറയുകയാണെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കുഴപ്പം നടത്തിയ പോലീസുകാരുടെ സലീം രാജിന്റെ കാര്യത്തിൽ ഇപ്പോൾ സലീം രാജിന് സംരക്ഷണം നൽകുന്ന LDF സർക്കാരാണ് എന്ന് പറയാനാണ് താങ്കൾ ശ്രമിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതാണ് താങ്കൾ മുന്നോട്ട് വെക്കാൻ ശ്രമിച്ച പോയിന്റ്. നിതിൻ കാണിച്ചേരി, താങ്കൾ വേഗം അവസാനിപ്പിക്കും. 100%. ഇല്ല, ഞാൻ പറഞ്ഞത് ഓരോ കാലത്തെയും പോലീസിനകത്തെ UDFന്റെ ഡീൻ പറഞ്ഞപ്പോൾ ഞാൻ അതിന് മറുപടി പറഞ്ഞു എന്ന് മാത്രം. ഈ കാര്യത്തിൽ ഞാൻ പറഞ്ഞത് നിലവിൽ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഈ വിഷയങ്ങളിൽ വളരെ കൃത്യമായ നിലപാട് കേരളത്തിലെ സർക്കാർ എടുത്തിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിലും നിങ്ങൾക്കത് കാണാം. അത് അതാണ് താങ്കൾ ആവർത്തിക്കുന്ന നിലപാട്. കാര്യത്തിൽ സർക്കാർ നേരത്തെ നിന്ന് വ്യതിരിക്തമായ എന്ത് നിലപാട് സ്വീകരിക്കുന്നു? പോലീസിനെ കുറിച്ച് ആവർത്തിച്ചു കേൾക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ സർക്കാരിന് കഴിയുമോ എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. അത് കാത്തിരിക്കാൻ. നന്ദി ശ്രീ നിതിൻ കാണിച്ചേരി, ശ്രീ ഡീൻ കുര്യാക്കോസ്, NP ചേക്കുട്ടി, ശ്രീ സുഭാഷ് ബാബു ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. സ്പെഷ്യൽ എഡിഷൻ അവസാനിക്കുന്നു. ഇനി ലേറ്റ് എഡിഷൻ കാണാം. നമസ്കാരം. വാർത്തകളിലേക്ക് വരാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.